അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വലിയ ഡോക്ടർ, വിശഗ്വരൻ, 10-77 വയസ്സായ, ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസം തന്നെ വരുമാനമുള്ള, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ വിശഗ്വരൻ കഴിഞ്ഞ ദിവസം 77-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ, അല്ലേ? നമ്മളിങ്ങനെ ആലോചിച്ചാൽ ദുനിയാവിലെല്ലാം നേടി, ഇതിനേക്കാൾ കൂടുതൽ എന്താ നേടാനുള്ളത്? 3800 കിഡ്നി മാറ്റി വെച്ച ആളാണ്. പ്രശസ്തിക്ക് കുറവില്ല, പണത്തിന് കുറവില്ല. സ്വന്തം ഫാം ഹൗസിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അതും തൂങ്ങി മരിച്ചു എന്നറിയില്ല നമ്മൾ, അല്ലേ? എന്തൊക്കെ ഇഞ്ചക്ഷൻ വെച്ചൊക്കെ മരിച്ച, സുഖമായിട്ട്, അറിയാത്ത മരണമൊക്കെ ഉണ്ട്. ഏറ്റവും പ്രയാസമേറിയ മരണമാണ് തൂങ്ങി മരിച്ചാണ്, ശ്വാസം കിട്ടാതെ. അപ്പം തന്നെ നമ്മൾ ആലോചിക്കും മാണ്ടില്ലേന്നു. പക്ഷെ പിന്നെ ചോയ്സ് ഇല്ലല്ലോ. ഒരാൾ എന്തുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു. ജനങ്ങൾ പരാജയപ്പെടുകയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? നമ്മൾ പറയുന്നത് ഒരു യാത്രയാണ്, അല്ലേ? കഥ എഴുതുന്നോലും കവിത എഴുതുന്നോലും എല്ലാവരും പറയും എന്ത് നല്ല ഭംഗിയാക്കി, ജീവിതം എന്ന യാത്ര, അല്ലേ? തൊട്ടിലിൽ നിന്ന് തുടങ്ങി കട്ടിലിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ നമ്മളിങ്ങനെ രസമായിട്ട് പറയും. സഹോദരങ്ങളെ, സത്യത്തിൽ ജീവിതം എന്നത് ആ യാത്രയാണെങ്കിൽ ആ യാത്ര ശരിക്കും ആ യാത്ര മരണത്തോട് അവസാനിക്കാത്ത യാത്രയാണ്. നമ്മളിങ്ങനെ ഒരു ചെറിയ ഫ്രെയിമിൽ നിന്ന് പറയണം എല്ലാവരും, അല്ലേ? കട്ടിലിൽ തുടങ്ങി തൊട്ടിലിൽ തുടങ്ങി കട്ടിലിൽ വരെ എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ ഫ്രെയിമുള്ളൂ. ഒരു 45, 50, 60, 70, 80 കൊല്ലത്തെ ഒരു ചെറിയ ഫ്രെയിമിലല്ല നമ്മൾ ഈ ജീവിതത്തെ കാണേണ്ടത്. അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അതിനാണ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. മനുഷ്യരെന്തിനാണ് ജീവിക്കുന്നത്, അല്ലേ? ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. ചിലപ്പോൾ ജീവിതത്തിലൊരു ശൂന്യത അനുഭവപ്പെടും. കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹു നമ്മളെ മനുഷ്യനെ പടച്ച ആ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കാ സഹോദരങ്ങളെ ജീവിതത്തിൽ ലക്ഷ്യം? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം അതിൻ്റെ മാനുഫാക്ചറാണ് പറയേണ്ടത് എന്തിനുണ്ടാക്കിയതാണ്, അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സാധനം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെന്താണ് അതിൻ്റെ ലക്ഷ്യം, അതെന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നത് അത് ഉണ്ടാക്കിയവനാണ് ഏറ്റവും കൂടുതൽ പറയാൻ അർഹതയുള്ളത്. ആ പ്രപഞ്ച സൃഷ്ടാവ് ഇത്ര കൃത്യമായി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിച്ചിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നോമ്പുതുറ ഉണ്ടായിരുന്നു, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച. അതിലെല്ലാ നാനാതുറകളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരും മതസംഘടനകളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും ബേജാറെന്താ അറിയങ്ങൾ? ഇത്രത്തോളം മുസ്ലിങ്ങളിൽ അക്രമവാസന കൂടുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അളവ് കൂടുന്നുണ്ട്, ലഹരി വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്, സ്വഭാവ ധാർമ്മികത മോശമായി വരുന്നുണ്ട്. സംഭവം സത്യമാണ്, വളരെ കൺസേണുള്ള കാര്യമാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ മതപഠന സംവിധാനങ്ങളുള്ള, ചെറുപ്പം മുതലേ മതം പഠിപ്പിക്കുന്ന, അല്ലേ? ചെറുപ്പത്തിൽ തന്നെ മദ്രസ കൊണ്ടുപോയിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, അല്ലേ? ഇതൊക്കെ ഇത്രയും ധാർമ്മിക വിദ്യാഭ്യാസം നടത്തുന്ന ഈ ഒരു നാട്ടിൽ, അല്ലേ? ഇത് 10, 12 വരെയൊക്കെയാണ് കുട്ടികൾ മദ്രസ പഠിച്ചത്, അല്ലേ? ഖുർആനൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ഓതുന്നത്. പണ്ടത്തെ പോലൊന്നുമല്ല. പണ്ടൊക്കെ പള്ളിയിലെന്ന് പറഞ്ഞാൽ ആകെ വയസ്സന്മാർ കൊണ്ടുതന്നെ കുറച്ച് കുട്ടികളെ പള്ളിക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, മുട്ടിന് പള്ളിയാണ്, എല്ലാ പള്ളിയും AC ആണ്. എന്താണ് തിരക്ക്? ദീനിൻ്റെ എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ്. പക്ഷേ സഹോദരങ്ങളെ, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം, എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കണത്, അല്ലേ? ഖുർആൻ ഹിഫ്ള് കുറഞ്ഞുള്ളതുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സ്കൂളിലെ മാഷ് സംസാരിച്ച് പറയാണ്, ഹിഫ്ള് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ സ്കൂൾക്ക് വരും, 2-3 കൊല്ലം സ്കിപ്പ് ചെയ്ത് ഹിഫ്ളിന് പോയിട്ട് പിന്നെ നേരെ സ്കൂൾക്ക് കൊണ്ടുവരും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 1-2 കൊല്ലം കൂട്ടി ചേർത്ത് കൊടുക്കേണ്ടി വരും, കാരണം വല്ലാണ്ടൊരു വ്യത്യാസം വരാതെക്കാൻ വേണ്ടി. അപ്പോൾ ഹിഫ്ളൊക്കെ ഖുർആനൊക്കെ പഠിച്ചതല്ലേ വിചാരിച്ച് നമ്മളൊരു സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ എന്താ പറയുക, ഇന്ന് സ്കൂളിൽ ഏറ്റവും കച്ചറ കുട്ടികൾ ഹിഫ്ള് കഴിഞ്ഞ് വരുന്നവരാണ്. ഞാനിതിനെ ഹിഫ്ളിനെ മോശമായിട്ട് പറയില്ല, ഞങ്ങൾ ഒരിക്കലും ഇത് ക്ലിപ്പിട്ട് കാണാൻ അങ്ങനെ ഞാൻ പറഞ്ഞെന്തരോ, നമുക്ക് ചില കൺസേണുകളുണ്ട്, അല്ലേ? പാകിസ്ഥാനിലൊക്കെ എല്ലാ കുടുംബത്തിലും എന്ത് ചെയ്യും, 1-2 മക്കളെ ഹിഫ്ളാക്കും, ബാപ്പാക്കും മാക്കും സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് മക്കളെ ഹിഫ്ളാക്കുന്ന ആൾക്കാരുണ്ട്. പാകിസ്ഥാനിലാണ് വളരെ വ്യാപകമായിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഹിഫ്ള് എന്ന് വെച്ചാൽ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പിഴവ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മദ്രസാ സംവിധാനങ്ങളുണ്ട്, ദീൻ പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പം നമ്മളെ ഇൽമ് എന്നുള്ളത്, ശരിക്കും ഈ ഇൽമ് എന്ന് പറയുന്ന സാധനമുണ്ട്, അല്ലേ? ഇൻഫർമേഷൻ എന്ന് പറയണതും ഇൽമ് എന്ന് പറയണതും വ്യത്യാസമുണ്ട്. പണ്ട് നമുക്ക് അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ ഓതി പഠിച്ചണം. സ്കൂളിലോ മദ്രസയിലൊക്കെ പോയിട്ട് പുസ്തകം വായിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ. അന്ന് പഠിച്ചേണ്ട ആവശ്യമല്ല. ഇന്നിപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ പഠിച്ചെങ്കിലേ പണ്ടത്തെ കാലത്ത് പറയാൻ പറ്റുള്ളൂ.
എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് എവിടെയെങ്കിലും വായിച്ചൊരു സ്ഥാനത്ത് നിന്ന് ഓർത്തെടുത്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് ഒന്നും വേണ്ട, ഇന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചാൽ പറഞ്ഞു. ഇതൊക്കെ കൂടി പഠിച്ചതിനുള്ളിൽ കയറ്റിയേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ആദ്യം അതിന് ഇൻഫർമേഷൻ എന്നാ പറയാ, അതിന് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷനും ഇൽമും വ്യത്യാസമുണ്ട്. അറിവെന്ന് പറയും, ഒരു ആയത്ത് പഠിക്കുക എന്ന് പറയുമ്പം ആയത്ത് ഫോണിൽ നോക്കിയാൽ കിട്ടും, ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. സൂറത്ത് ആൽ ഇമ്രാനിൽ സഹാബത്തിനെ പറ്റി, ഖുറാനിൽ സഹാബികളെ പറ്റി പറയുന്ന ആയത്തുകൾ ഏതാന്ന് ചോദിച്ചാൽ ചാറ്റ് GPT പട്ടയാറുണ്ട് എടുത്ത് തരും നിങ്ങൾക്ക്. അതിന് നിങ്ങൾ 10 കൊല്ലം പോയി ഖുറാൻ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന്. അങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ നോക്കിയാൽ കിട്ടും ചെയ്യും. പക്ഷെ എന്താണ് വ്യത്യാസം? ആ ആയത്ത് കൊണ്ട് എന്ത് നേട്ടമാണ്, ആ ആയത്ത് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്, അവിടെയാണ് പ്രത്യേകത. ഇൽമ് അമലാക്കുന്നിടത്ത്, ഇൽമ് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നിടത്ത്, എൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നിടത്ത് ഞാൻ മാറുന്നതിലേക്ക് ആ ഇൽമ് പര്യാപ്തമാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരായത്ത് പഠിക്കുമ്പോഴേ ആ ആയത്ത് എൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ആ പഠിച്ചിനൊരു മാറ്റം ഈ നോമ്പ് കഴിയുമ്പം, ഈ നോമ്പ് കൊണ്ട് ഞാൻ തഖ്വ നേടിയിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന സൂറത്ത് ബഖറയിലെ ആയത്ത്. ആകെ ഈ കൊല്ലം നോക്കണ 30 ദിവസത്തെ നോമ്പുണ്ടല്ലോ, റമളാന്റെ മുഴുവൻ നോമ്പ് കൊല്ലം നോക്കുകയാണ്. 45 വയസ്സുള്ള ഒരാൾ ഏകദേശം 10ാമത്തെ വയസ്സ് മുതൽ 35 കൊല്ലമൊക്കെ നോറ്റിട്ടുണ്ടാവും. എല്ലാ കൊല്ലും റമളാൻ നോറ്റിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആനിൽ 4 ആയത്തുള്ളൂ റമളാനെ പറ്റി. 4 ആയത്ത് സൂറത്ത് ബഖറയിൽ 3 ആയത്ത് ആദ്യം, പിന്നൊരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വൈദാ സഅലക ഇബാദി എന്ന ആയത്ത്, അത് കഴിഞ്ഞിട്ട് ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാമി എന്ന നോമ്പിൻ്റെ ഹുക്കുമുമായി ബന്ധപ്പെട്ടൊരായത്തും. അങ്ങനെ 4 ആയത്ത്, 3 പിന്നൊരു 1. 4 ആയത്താണ് ഖുർആനിൽ റമളാനെ പറ്റിയുള്ളത്. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അല്ലേ? ചില ആൾക്കാരൊക്കെ നോമ്പിൻ്റെ മുമ്പ് തന്നെ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തിനാ? അന്ന് നോമ്പിൻ്റെ മുമ്പ് ഭയങ്കര തിരക്കാണ് ലാബിലൊക്കെ. എല്ലാവരും കൊളസ്ട്രോളും ഷുഗറും ചെക്ക് ചെയ്യാണ്. ഇനി എന്തിനാണ്? നോമ്പ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കും കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറഞ്ഞുകണോ. അതിനു വേണ്ടി അല്ല സഹോദരങ്ങളെ നോമ്പ് നിർബന്ധമാക്കിയത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ എത്രത്തോളം തെറ്റുകളിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ എത്രത്തോളം സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ എത്ര താല്പര്യം കാണിച്ചു എന്നുള്ളതാണ്. ഖുർആൻ എത്ര ഓതി, ആ ഖുർആൻ എത്ര പഠിച്ചു, ആ ഖുർആൻ എത്ര അമലായി വന്നു, ആ ഖുർആനിനോടുള്ള നിങ്ങളുടെ സമീപനം എന്ത്, അത് റമളാനിന് ശേഷം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റമുണ്ടായോ? ഈ നോമ്പ് കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റമുണ്ടായോ? സ്വകാര്യമായി കൊണ്ട് നടക്കുന്ന ചില തെറ്റുകളുണ്ട് അല്ലേ? രഹസ്യമായി അശ്ലീലങ്ങൾ കാണുന്ന ആളുകളുണ്ട്. അത്ഭുതപ്പെടുത്തും. പള്ളിയിലെ സൊഫിൽ നിസ്കരിക്കുന്ന ആളുകൾ, ആദ്യത്തെ 2ാമത്തെയൊക്കെ സൊഫിൽ പള്ളിയിൽ സ്ഥിരം കാണുന്ന ആളുകൾ രഹസ്യമായി അശ്ലീലങ്ങൾ കാണുന്നുണ്ട് എന്നറിയുമ്പം സഹോദരങ്ങളെ അത് പേടിയന്നല്ലേ, ബേജാറന്നല്ലേ? ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ലെന്ന് അറിയുമ്പം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സഹോദരങ്ങളെ, അതാണ് തഖ്വ. ഈ ആയത്ത് കൊണ്ട്, ഈ നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അല്ലേ? മ്ലേച്ഛവൃത്തികളിൽ നിന്ന്, നീചവൃത്തികളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടയുമെന്ന് പറയുമ്പം അത് തടയുന്നുണ്ടോ സഹോദരങ്ങളെ? അത് തടയുന്നില്ലെങ്കിൽ നമസ്കാരത്തിനല്ല കുഴപ്പം, അല്ലേ? നമസ്കാരം എന്ന ആ പ്രക്രിയക്കല്ല കുഴപ്പം, ആ വ്യക്തിക്കാണ് കുഴപ്പം. അയാളുടെ നമസ്കാരം ശരിയായിട്ടില്ല. അയാൾ നമസ്കാരത്തെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ സഹോദരങ്ങളെ നോമ്പ്, അതാ പറഞ്ഞത്, ഈ ഒരു തഖ്വ, ആ തഖ്വയുണ്ടാകാനാണ് നോമ്പ്. അപ്പോൾ നോമ്പ് കഴിയുമ്പം എൻ്റെ തഖ്വയിൽ മാറ്റമുണ്ടായോ? എൻ്റെ നിസ്കാരമൊക്കെ ഒന്നുകൂടി നന്നായോ? ഒന്നുകൂടി സ്ട്രക്ചേർഡായോ? അല്ലേ? ഞാൻ ജമാഅത്തിന് സ്ട്രിക്റ്റ് അല്ലാത്ത ഒരാൾ നോമ്പ് കഴിയുന്നതോടെ സ്ട്രിക്റ്റ് ആകണം. സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം റമളാൻ കഴിയുന്നതോടെ കുറച്ചും കൂടി അതിലൊക്കെ ഒരു കണിശത ഉണ്ടാക്കണം, അല്ലേ? സ്വകാര്യമായി കൊണ്ട് നടക്കുന്ന തെറ്റുകൾ അത് ഈ റമളാനിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. റമളാനിന് ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകരുത്. അങ്ങനൊരു മാറ്റമുണ്ടെങ്കിലേ ആ നോമ്പിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുള്ളൂ. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. അത് സഹാബത്തിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, അറിവ് ഇന്നത്തെ കാലത്തൊരു വിഷയമല്ല. അറിവ് കിട്ടാൻ ഒരു പ്രയാസമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും നന്നായി 1 മാസം 2 മാസമൊക്കെ വഴിദൂരം സഞ്ചരിച്ചിട്ടാണ് സഹാബത്ത് ഒരു ഹദീസ്, അല്ലേ? ഒരു സഹാബിയിൽ ഒരു ഹദീസുണ്ട് എന്ന് കേൾക്കുമ്പോൾ
എന്താണ് താബീങ്ങൾ 1-2 മാസം സഞ്ചരിച്ചിട്ടാണ് ഹദീസ് സ്വീകരിച്ചിരുന്നത്. ഖുർആനിൻ്റെ ഒരു പദത്തിൻ്റെ അർത്ഥമറിയാൻ 1 മാസം ഇബ്നു അബ്ബാസ് സഞ്ചരിച്ചതായി റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇന്നൊരു പ്രയാസമില്ല. ഇന്ന് ഖുർആനിൻ്റെ ഡിക്ഷണറി ഉണ്ട്, ഹദീസിൽ മാത്രം വരുന്ന ലഫ്ലുകളുടെ ഡിക്ഷണറി ഉണ്ട്. ഇതൊക്കെ ചെറിയ ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് സെർച്ച് അടിച്ചാൽ മതി, ഒരു പ്രയാസമില്ല. ഓരോ തഫ്സീറുകൾ എല്ലാം അവൈലബിൾ ആണ് ഇംഗ്ലീഷിലും. ഇനിയിപ്പോൾ പല അറബി ആപ്പുകളും അതിൻ്റെ മേലെ എന്ത് കാണിക്കുന്ന നിങ്ങൾ ഇംഗ്ലീഷ് അറബി ഓപ്ഷൻ കാണിക്കും. അതേ സാധനം ഒരു ബട്ടൺ നിൽക്കി അതിൻ്റെ ഇംഗ്ലീഷിന് വരും. അറബി അറിയില്ലെങ്കിലും സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം ഇൻഫർമേഷൻ അതിൻ്റെ ഏറ്റവും വികസിച്ച് നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അറിവല്ല പ്രശ്നം, ഇൻഫർമേഷൻ അല്ല പ്രശ്നം, ആ അറിവിനെ പ്രയോഗവൽക്കരിക്കുക. അവിടെയാണ് സഹാബത്ത് നമ്മുടെ മുന്നിൽ മാതൃകയാകുന്നത്. അള്ളാൻ്റെ റസൂൽ എന്ത് പറഞ്ഞോ അതവർ യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കാണുക. ലൻ തനാലുൽ ബിർറ, അള്ളാൻ്റെ റസൂല് സൂറത്ത് ഓതി കൊടുക്കുകയാണ്. ലൻ തനാലുൽ ബിർറ എന്ന സൂറത്തു ആലി ഇമ്രാനിൻ്റെ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ എന്താണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്ന് അള്ളാഹു ആയത്തിറക്കിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അബൂ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ വെച്ച് ഏറ്റവും പ്രിയങ്കരമായ ആ ബൈറൂഹാഹ് തോട്ടം അല്ലേ, മദീന പള്ളിക്ക് ചേർന്ന് നിൽക്കുന്ന തോട്ടാണ്. മദീന പള്ളിൻ്റെ മുമ്പ് തന്നെയാണ് അന്നത്തെ കാലത്ത്. ഇന്ന് മദീന പള്ളിൻ്റെ ഉള്ളിലാണ് ആ സ്ഥലം കിടക്കുന്നത്. ഇന്ന് പോയാൽ നമുക്ക് ആ ബൈറൂഹാഹ് തോട്ടത്തിലെ കിണറുള്ള സ്ഥലമൊക്കെ അവിടെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അവിടെ കാർപ്പറ്റ് ഇടാത്തൊരു സ്ഥലത്ത് ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നു. ഇവിടെയാണ് ആ തോട്ടം ഉണ്ടായിരുന്നത്, ഇവിടെയാണ് ആ കിണറുണ്ടായിരുന്നത് വരെ കാണിച്ചു തന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ ചൂടുള്ള സമയത്ത് ആ തോട്ടത്തിൽ പോയി വിശ്രമിക്കുമായിരുന്നതാണ്. മദീന പള്ളിൻ്റെ മുമ്പിലെ തോട്ടാണ്, ഏറ്റവും നല്ല ആരുടെയും മനം കവരുന്ന തോട്ടാണ്. ആ തോട്ടം അള്ളാൻ്റെ റസൂലിൻ്റെ മാർഗത്തിലാണ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ എന്താ ആയത്തിന് പറയണത്? നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല എന്നാണ്. ആ ആയത്തിൻ്റെ ഇറങ്ങിയപ്പോത്തിന് അത് കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അതിന് കൊടുത്താണ് അള്ളാഹിൻ്റെ റസൂലിന് കൊണ്ടുപോയിട്ടാണ് കൊടുക്കണം, അത് സമർപ്പിക്കുകയാണ്. അതേപോലെ അവിടെ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ ഏറ്റവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിട്ടുണ്ടാകുന്നത് ഖൈബർ യുദ്ധത്തിൽ ഗനീമത്തായിട്ട് കിട്ടിയ ഒരു തോട്ടം ഉണ്ടായിരുന്നു, ഒരു ഓഹരി ഉണ്ടായിരുന്നു. അത് ആ ഉമറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്ഥലം. ആ ഓഹരിയാണ് ഈ ആയത്തിറങ്ങിയപ്പം ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയിട്ട് നബിക്കാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇവിടെ മലപ്പുറത്ത് റോഡ് സൈഡിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു പള്ളി വെക്കാൻ ചോദിച്ചാൽ ഒന്നും വേണ്ട, എന്തെങ്കിലും അത് പള്ളിക്ക് ഒരു വീഡിയോ റൂം ഉണ്ടാക്കി പള്ളിക്ക് സ്വതക്കത്തും ജാരിയായിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതാണ് നമ്മളും തമ്മിൽ വ്യത്യാസം. നമ്മളെന്താ പറയുക, ഇപ്പം തൽക്കാലം എന്തെങ്കിലും തരാമെന്നാ പറയുക. അതൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. എന്താ അപ്പം അതൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഇപ്പം എന്തെങ്കിലും ആണെങ്കിൽ ചെറിയ പൈസ തന്ന് നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. അങ്ങനത്തെ ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ. റോഡ് സൈഡിൽ നല്ലൊരു സെൻറ്റ്, ഒരു 10 സെൻറ്റ് സ്ഥലം, ഒരു റൂം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വാടക ഈ പള്ളിക്ക്, ഈ മദ്രസക്ക്, ഈ സ്ഥാപനത്തേക്ക് കാലാകാലം കൊടുക്കണം എന്ന് പറയുമ്പം അത് കാലാകാലം സ്വതക്കത്തുൻ ജാരിയ എന്നാണ്. മരിച്ചങ്ങട്ട് പിരിയുമ്പം 3 കാര്യങ്ങളാണ് ബാക്കിയാകുക. അത് അള്ളാൻ്റെ റസൂൽ ഓരെ പഠിപ്പിച്ചു സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യമാണ് ബാക്കിയാകുക, ബാക്കിയൊക്കെ മുറിഞ്ഞു പോവുകയാണ്. എന്താണ്? ഒന്ന് വലതുൻ സ്വാലിഹുൻ, സ്വാലിഹായ സന്താനാണ് അല്ലേ. സ്വതക്കത്തുൻ ജാരിയായ സ്വതക്ക, ഇതേപോലത്തെ ഒരു സ്വതക്ക, കാലാകാലം നിൽക്കുന്നൊരു സ്വതക്ക ഉണ്ടല്ലോ, നിലനിൽക്കുന്നൊരു വഖഫോ എന്തെങ്കിലും ഒരു സ്വതക്ക ഉണ്ടെങ്കിൽ അത് മരിക്കോളം കബർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരതിന് തയ്യാറായിരുന്നു. നമുക്കത് ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ ദുനിയാവിലേക്ക് തൂങ്ങി നിൽക്കുകയാണ്. നമ്മളെന്താ പറയുക, നമ്മളിതൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ മരിച്ചു പോകുള്ളൂ എന്നുള്ള നമ്മളെ വിചാരം. സഹോദരങ്ങളെ, എത്ര വലിയ ആൾക്കാരാണെങ്കിലും മരണം എന്ന് പറഞ്ഞാൽ എത്ര സമ്പത്തുകൾ, നിങ്ങൾക്ക് ജീവൻ്റെ വില മനസ്സിലാവും അല്ലേ. മരിക്കുകയാണ്, ഒരു മരണാസന്നനായി കിടക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷമല്ല എന്നാണ്. അതിന് എത്ര പൈസ കൊടുക്കും. ഇവിടെ എത്ര വലിയ മുതലാളിയാണെങ്കിലും അയാളുടെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും ഒരു അസുഖം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ മാറ്റുന്നതാണ് അല്ലേ. എനിക്കറിയുന്ന ഞാനൊക്കെ ഈ ഫീൽഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഉള്ളൊരു വലിയ ഡോക്ടറുണ്ട്, ഞാനറിയണേ, വേറെ നാട്ടുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലങ്ങും ഹൃദയവും, ശ്വാസകോശവും ഹൃദയവും ഒന്നിച്ച് മാറ്റി വെച്ചേക്കാണ്. 75-80 വയസ്സ് പ്രായമാണ്. ശ്വാസകോശം ഹൃദയം അമേരിക്ക കൊണ്ടുപോയിട്ട് 30 കോടി റുപ്യ ചിലവ്. 30 കോടി റുപ്യക്ക്
ഒരു പുരുഷായുസിൽ സമ്പാദിച്ച മുഴുവൻ അദ്ദേഹം ചിലവാക്കിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത്ര കണക്കൂട്ടിയാലും എത്തിക്കിട്ടില്ല 30 കോടി. പക്ഷേ 75 വയസ്സിൽ ഇനി എത്ര കാലം, എത്ര പോവും മാക്സിമം പോയാൽ കൊടുക്കും. അതാണ് മനുഷ്യൻ, അതാണ് മനുഷ്യൻ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് അത്ര എങ്ങനെ പോയാലും അത്രേ പോകുള്ളൂ സഹോദരൻ. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ, നമ്മൾ ഫ്രെയിം മാറ്റണം. ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ അവിടേക്കാൾ തിരിച്ചു വരണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നത് ഈ മരണത്തോട് അവസാനിക്കുന്ന ഒരു ചെറിയ ഫ്രെയിമിൽ നിന്ന് ഒരു വിശ്വാസി ഒരു വലിയ ഫ്രെയിമിലേക്ക് ജീവിതത്തെ മാറ്റണം എന്നുള്ളതാണ്. ആ ഫ്രെയിം എന്താണ്? മരണത്തോടുകൂടി ആരംഭിക്കുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന ഒരു വലിയ ഫ്രെയിമിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റണം. അപ്പോഴേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴേ ഒരാൾ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാകുള്ളൂ. അതാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. വബിൽആഖിറതി ഹും യൂഖിനൂൻ. വിശ്വാസികളെ പറ്റി പറഞ്ഞു കൊടുത്ത് സൂറത്തുൽ ബഖറയിൽ ഖുർആന്റെ തുടക്കത്തിൽ അല്ലാഹു അടിവരട്ട് പറഞ്ഞതാണ് വബിൽആഖിറതി ഹും യൂഖിനൂൻ. ആരാണ് വിശ്വാസികൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആരാണ് വിശ്വാസികൾ? അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അത് വല്ലാത്തൊരു വിശ്വാസമാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒന്നും കണ്ടിട്ടല്ല അല്ലേ? മലക്കുണ്ട്, പ്രവാചകന്മാർ, ആദൻ നബി ഉണ്ട്, മൂസാ നബി ഉണ്ട്, ഈസാ നബി ഉണ്ട്. നിങ്ങൾ വല്ലതും കണ്ടുകണോ? ഈസാ നബിനെ കണ്ടുകണോ? മൂസാ നബിനെ കണ്ടുകണോ? മൂസാ നബിൻ്റെ വടി കണ്ടുകണോ? പക്ഷേ ആ വടിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ വടി ഉണ്ടായിരുന്നു എന്നുള്ളത്. അതാണ് വിശ്വാസം. അത് ഗൈബാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബായ വിശ്വാസമാണ്. യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂനസ് സ്വലാത്ത. നമസ്കാരം നിലനിർത്തും അല്ലേ? എന്നിട്ട് പിന്നെ പറയുകയാണത് മുൻപ് അവതരിച്ച വേദഗ്രന്ഥങ്ങൾ അതൊക്കെ വിശ്വസിക്കും നമ്മൾ. പിന്നെ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. മരണാനന്തര ജീവിതത്തിൽ അവർ അടിയുറച്ച് ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്. അത് സഹാബത്തിനുണ്ടായിരുന്നു. അത് സഹാബത്ത് മരിച്ചു ചെന്നാൽ സ്വർഗം കിട്ടുമെന്നത്. നിങ്ങൾ ആലോചിക്കി, ഒരാൾ യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിക്കി. പണ്ടത്തെ കാലത്തെ യുദ്ധം എന്നാണ് ഇന്നത്തെ മാതിരത്തെ ബങ്കറിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിക്കല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ നേരെ മുന്നിക്കാണ് ചെല്ലുകയാണ്. കുന്തും വാളും ആണ്ട് പോയി മുന്നിൽ നിന്നാൽ മരിക്കാനുള്ള ചാൻസ് 90% മുകളിലാണ് യുദ്ധത്തിന് പോകുക പറഞ്ഞാൽ. മുന്നിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാതിരത്തെ യുദ്ധമല്ല. അപ്പോൾ ഒരാൾ യുദ്ധത്തിന് പോകാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ മനസ്സെന്താണ്? മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടണം, സ്വർഗം കിട്ടണം, അള്ളാഹുവിൻ്റെ വിരുന്നായ സൽക്കാരമായ ആ സ്വർഗത്തിൽ പ്രവേശിക്കണം. ഈ 2 കണ്ണുകൊണ്ട് എൻ്റെ റബ്ബിനെ കാണണം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, ലക്ഷ്യതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള എളുപ്പമാണെന്ത്? ജിഹാദ് എന്നുള്ളത്. അതങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതൊരു പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് അതൊക്കെ സ്വർഗം കിട്ടാപ്പോൾ യുദ്ധത്തിന് പോകണമെന്നില്ലല്ലോ അല്ലേ? നിസ്കരിച്ച് നോമ്പ് പോയിട്ട് സ്വർഗം കിട്ടില്ലെന്ന് നമ്മൾ വിചാരിച്ച. തൽക്കാലം അങ്ങോട്ട് പോകാതെന്നാലും സ്കൂട്ടായാലും നമ്മളിപ്പോൾ നിസ്കരിച്ച് സിർക്ക് ചെയ്യാന്നാ പോരെ. അതാണ് നമ്മൾ നോക്കുക. സിർക്ക് ചെയ്യാന്നാലും സ്വർഗം കിട്ടുമല്ലോ. അത്രങ്ങനത്തെ സ്വർഗം മതി എന്നാണ്. പക്ഷേ അവർ സഹോദരങ്ങളെ മത്സരിക്കുന്നു അല്ലേ? നിങ്ങളാച്ച് യുദ്ധത്തിന് പോകാനുള്ള ഒരു മനസ്സ് എന്ന് പറയുമ്പം അത് വല്ലാത്തൊരു മനസ്സാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ യുദ്ധത്തിന്, ജിഹാദിന് അങ്ങനെ പ്രതിഫലം കൊടുക്കുന്നത്. സ്വർഗമല്ലാതെ പ്രതിഫലമില്ല അല്ലേ? ജിഹാദിന് സ്വർഗമല്ലാതെ ഖിതാലായ ആ യുദ്ധത്തിൽ ഒരാൾ പങ്കെടുത്താൽ അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? അതങ്ങനെയാണ്. ആ ഒരു മനസ്സുള്ളവനെ അതിന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ അത് തെളിയിച്ചവരാണ് സഹാബത്ത്. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണിച്ചു തന്നവരാണ് സഹാബത്ത്. അതിനും മാതൃകയായി നിൽക്കുന്നവരാണ് സഹാബത്ത്. ഓരോ സഹാബികളും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ജീവിതത്തിൻ്റെ കുറേ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് അല്ലേ? കുറച്ച് പൈസ, കുറച്ച് സൗകര്യങ്ങൾ, സമ്പത്തും സൗകര്യങ്ങളെയും നമ്മൾ സന്തോഷമായി കാണുന്നു. അല്ലെങ്കിൽ അതാണ് ജീവിതത്തിലെ ഖൈർ. ജീവിതത്തിൽ നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ സമയത്തിന് നിസ്കരിച്ചിട്ടുണ്ട്, ഇബാദത്ത് ചെയ്യേണ്ടതൊന്നുമല്ല. ഇപ്പം സുഖമാണ്, വരുമാനമൊക്കെ ഉണ്ട്, വലിയ അസുഖമൊന്നുമില്ല, അന്നാണ് ഇപ്പോൾ സുഖമാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കണത് സഹോദരങ്ങളെ. ആ ഡയമെൻഷനിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം അല്ലേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടിണിയെക്കുറിച്ച് ഇപ്പം നമ്മൾ സഹാബത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പല ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ദിവസവും പട്ടിണി കാരണം ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്.
നിങ്ങളാഴ്ചക്ക് പട്ടിണി കൊണ്ട് ചുരുണ്ട് കിടക്കുക അല്ലേ? സഹാബത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ വയറ്റിൽ ഒരു കല്ല്, വിശപ്പ് കാരണം ഹന്തക്കിന് കിടങ്ങ് കുഴിക്കുമ്പം തിന്നാൻ കിട്ടാൻ പട്ടിണി കൊണ്ട് കിടങ്ങ് കുഴിക്കുമ്പം കല്ല് കെട്ടി വെച്ചേക്കാണ്, തുണിയും പുതപ്പൊക്കെ കെട്ടി വെച്ചേക്കാണ്. ആ സഹാബത്ത് അത് നബിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ നബി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ്. 2 കല്ലാണ് അവിടെ കെട്ടിയത്, 2 കല്ലാണ് അവിടെ കെട്ടിക്കണേ. ഒരു കുറച്ച് തുണിയെ കെട്ടിയിട്ടുള്ളൂ. അതാണ് സഹോദരങ്ങൾ അള്ളാൻ്റെ റസൂല്. അത്രയും അല്ലേ ചുരുണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്ക്, പട്ടിണി കൊണ്ട് ചുരുണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ. ആയിഷ ബീവി പറയാണ്, ആല് മുഹമ്മദ് തുടർച്ചയായിട്ട് 3 ദിവസം ഗോതമ്പിൻ്റെ റൊട്ടി കറി കൂട്ടി തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ദരിദ്രനായിരുന്നു അള്ളാൻ്റെ റസൂല് അല്ലേ? എത്ര ദരിദ്രനായിരുന്നു അള്ളാൻ്റെ റസൂല്. 3 ദിവസം തുടർച്ചയായിട്ട് കറിയും ഗോതമ്പ് പത്തിരി കറിയും കൂട്ടി തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരിക്കൽ പോലും വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരിക്കൽ പോലും ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലാണ്, ഒരിക്കൽ പോലും അള്ളാൻ്റെ റസൂല് വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന് അല്ലേ? അബൂ ഹുറൈറയുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവരികയാണ്, വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം. അബൂ ഹുറൈറ വിങ്ങി പൊട്ടിക്കരയാണ്, വിങ്ങിപ്പൊരി. എന്തിനാ കരണ്? അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല എന്ന്. തിന്നൽ പോട്ടെ, അള്ളാൻ്റെ റസൂൽ ഇങ്ങനത്തെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല എന്നാണ്. അതാണ് കാരണം. ഇതൊന്നും അള്ളാൻ്റെ റസൂലിൻ്റെ മക്കാ കാലഘട്ടമാണ് വിചാരിക്കണ്ട. മദീന കാലഘട്ടത്തിൽ അറേബ്യയുടെ പകുതിയിലധികം ഇസ്ലാമിൻ്റെ കീഴിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നബിൻ്റെ റൂമുക്ക് വരികയാണ്. റൂമുക്ക് വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരിപ്പിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആ പുറത്തിങ്ങനെ ഈത്തപ്പനൻ്റെ പരുത്ത അടയാളം അങ്ങനെ നബിൻ്റെ പുറത്ത് കണ്ടു എന്നാണ് അല്ലേ? നബിൻ്റെ പുറത്ത് കാണുകയാണ്. അപ്പോൾ ചോദിക്കണേ, എന്താണ് പ്രവാചകരെ, കിസ്റ കൈസറിലെ രാജാക്കന്മാർ അവരൊക്കെ എന്തെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെയാണ്, അവരൊക്കെ ഭരണാധികാരികളും അവരൊക്കെ രാജാക്കന്മാരാണല്ലോ, അവരൊക്കെ എന്തെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അള്ളാൻ്റെ റസൂലെ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു കിടക്കുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞൊരു മറുപടി എന്താ അറിയോ? അവർ ദുനിയാവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മൾ ആഖിറത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. നമ്മളും വ്യത്യാസമുണ്ട്. ഒരു ദുനിയാവിനെ തിരഞ്ഞെടുത്തത്, നമ്മൾ ആഖിറത്തിനെയാണ് തിരഞ്ഞെടുത്തതെന്നാണ്. മുർലാന ആ റൂമുക്ക് നോക്കുമ്പോഴേ അവിടെ കുറച്ച് ബാർലി മാത്രമേ ഉള്ളൂ. ആ പണ്ടത്തെ കാലത്തെ മാതിരി അല്ല, ഇപ്പോഴത്തെ കാലത്തെ മാതിരി ATM ബാങ്കിലും കൊണ്ടുപോയിട്ടല്ല പൈസ ഇടുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റൂമിലും പെരിയിലൊക്കെ കാണും, എവിടെയും കൊണ്ടുപോയിക്കാനല്ല. ആ റൂമിലൊന്നുമില്ല, ബാർലി മാത്രമുള്ളത്. അള്ളാൻ്റെ റസൂൽ മരിക്കുമ്പം പടയങ്കി പണയത്തിലാണ്. അത്രയും ദരിദ്രനായിട്ട് അല്ലേ? അഹീനി മിസ്കീനൻ വാമിത്തുനി മിസ്കീനൻ, മിസ്കീങ്ങളിൽ എന്നെ ജീവിപ്പിക്കണേ, മിസ്കീങ്ങളിൽ എന്നെ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച അള്ളാൻ്റെ റസൂൽ എന്നാണ്. അള്ളാൻ്റെ റസൂൽ അങ്ങനെ സമ്പത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, കിട്ടായിട്ടല്ല, അള്ള കൊടുക്കായിട്ടല്ല, നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാണ്. സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരും മിസ്കീനാണെന്നല്ല പറഞ്ഞത്. ഇതൊക്കെ ജീവിതത്തോടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഹൈറായിട്ട് കാണുന്നതിനെ നമ്മളതിനൊക്കെ അമിതമായ പ്രാധാന്യം നൽകിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം. അതുകൊണ്ട് ആ സഹാബത്തിൻ്റെ ചരിത്രം അല്ലേ, ഉമർ റളിയല്ലാഹു പിന്നെ നമുക്ക് കാണാൻ പറ്റും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഉമർ റളിയല്ലാഹു പിന്നെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ഡ്രസ്സാണ്ടായിരുന്ന, ആകെ ഒറ്റ ഡ്രസ്സ്. ആരായിരുന്നു സഹോദരങ്ങൾ ഉമർ? 20 ഭൗതിക സാമ്രാജ്യത്തിൻ്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെയും അധിപനായി ചരിത്രം രേഖപ്പെടുത്തിയ മനുഷ്യനാണ് ഖലീഫ ഉമർ അല്ലേ? ഉമറിൻ്റെ കാലത്ത് റോമിനെ കീഴടക്കി. അതിൽ പേർഷ്യന്ന് ദൂതം വന്നൊക്കെയാണ് ആരെ കാണാൻ? ഖലീഫ ഉമറിനെ കാണാൻ. എന്നിട്ട് മദീനത്ത് വന്നിട്ട് കൊട്ടാരം അന്വേഷിക്കാണ്. അങ്ങനെ കൊട്ടാരം കാണില്ല. അവസാനം ഉമർ പള്ളി ഉണ്ടാവുമെന്നാണ് പറഞ്ഞു. പള്ളി ചെന്നപ്പം അവിടുന്ന് ആരോ പറഞ്ഞു പള്ളിയിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്. അങ്ങനെ വഴിയിലൂടെ അവിടെ കുട്ടികളെ കണ്ടപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു അവിടെ ഒരു മരത്തിൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്, അവിടെ ഈ നേരത്ത് ചിലപ്പം കുറച്ച് നേരം കിടക്കലിട്ടെന്ന്. അവിടെ ചെന്നപ്പം അവിടെ അങ്ങനെ മണ്ണിൽ കിടക്കുന്ന ഖലീഫ ഉമറിനെയാണ് അവർ കാണുന്നത്. അത്രയും അധികാരമുണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന ഖലീഫ ഉമർ. സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് അല്ലേ? ഒരു ഡ്രസ്സ് മാത്രമല്ല ഇതും പറഞ്ഞു, അതും കണ്ടം വെച്ചതാണ്. ബൈത്തുൽ മുഖദ്ദിസ് കീഴ്പ്പെടുത്തിയ സന്ദർഭമുണ്ട്. ബൈത്തുൽ മുഖദ്ദിസ് കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിൽ അതിൻ്റെ താക്കോല് കിട്ടണമെങ്കിൽ ഖലീഫ നേരിട്ട് ഹാജരാകണമെന്ന് അവിടുന്ന് അന്നത്തെ യഹൂദന്മാർ അന്നത്തെ സേനാനായകൻ അവിടുത്തെ യുദ്ധം ജയിച്ചടക്കിയ, ബൈത്തുൽ മുഖദ്ദിസ് ജയിച്ചടക്കിയ മുസ്ലിം സേനാനായകന് പോലും ചാവി കൊടുക്കൂല എന്നാണ്. ചാവി കൊടുക്കണമെങ്കിൽ നിങ്ങളെ ഖലീഫ നേരിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഖലീഫ ഉമറിനെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ക്ഷണിച്ചേക്കാണ് അതിൻ്റെ ചാവി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ആരാ പോണറിയങ്ങൾ? ഇവിടുന്ന് ഖലീഫ ഉമറും ഒരു ഭൃത്യനും ഒരു കഴുതിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ കഴുത വളരെ വീക്കാണ്. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് അതിന് താങ്ങൂല. അപ്പോൾ അതിന് പ്രയാസപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് ഒരാൾ പോകുക, ഒരാൾ നടക്കുക. കുറച്ച് കഴിഞ്ഞാൽ നടക്കുന്ന ആൾ കയറും, മറ്റേ ആൾ ഇറങ്ങും, മറ്റേ ആളൊപ്പം നടക്കുക.
അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് വരെ മാറി മാറി ടേൺ വെച്ച് മാറി മാറി ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വൃത്തിയും കൂടി എത്തിയെന്നാണ്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അവിടെ എത്തിയപ്പം ഈ കുറേ സ്ഥലത്ത് 16 17 സ്ഥലത്ത് കീറി തുന്നിക്കണെന്നാണ് പറഞ്ഞത് ആ കുപ്പായം കണ്ടിട്ട് അന്നത്തെ മുസ്ലിം സേനാ നായകന് തന്നെ ഒരു ഇടങ്ങേറ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നല്ലൊരു ഡ്രസ്സ് കൊണ്ടിട്ടിടാന്ന് ചോദിച്ചപ്പോഴേ ഖലീഫ ഉമറിന് നല്ല ഡ്രസ്സുള്ളൊരു കാലുണ്ടായിരുന്നു. ഉക്കാള ചന്തയിൽ ഉമർ നടന്നൊരു കാലുണ്ട്. നല്ല ഡ്രസ്സിട്ട് നല്ല അത്തറ് പൂശി നടന്ന ഉമറിൻ്റെ അന്നത്തെ ഒരു മുഖമുണ്ട് അല്ലേ. അന്ന് ഉമറിന് എന്തുണ്ടായിരുന്നില്ല? അന്ന് ഉമറിന് പ്രതാപമുണ്ടായിരുന്നില്ല എന്നാണ്. അന്ന് ഉമറിന് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് ഉമറിന് പ്രതാപമില്ല. ഉമറിന് പ്രതാപം നൽകിയത് ഇസ്ലാമാണെന്നാണ്. അതുകൊണ്ട് ഇന്ന് ഉമറിന് പ്രതാപമുണ്ടെന്നാണ്. ആ താക്കോല് വാങ്ങാൻ അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അവിടെ എത്തുന്ന സമയത്ത് സത്യത്തിൽ ഈ ഭൃത്യൻ്റെ ടേണാണ്. ഈ നബി ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യനാണ് ആ സമയത്ത് കഴുതൻ്റെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴുതപ്പുറത്ത് നിൽക്കുന്നത് ഖലീഫയാണെന്നാണ് വിചാരിച്ചത്. അവിടെ എത്തിയപ്പോൾ ഭൃത്യൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഉമർ റളിയല്ലാഹു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും സിമ്പിളായിട്ട് ഒരു സിമ്പിളായ മനുഷ്യനാക്കി ഉമർ റളിയല്ലാഹുവിനെ മാറ്റിയത് എന്താ? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ്. അങ്ങനെ മാറാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ മാറ്റമുണ്ടാക്കിയ ആ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൻ്റെയും തർബിയത്തിൻ്റെയും മാറ്റമാണ് അവരിൽ കണ്ടത്. അത് സ്വീകരിക്കാൻ അവരുടെ മനസ്സ് പാകപ്പെടും. അതിങ്ങനെ വെമ്പൽ കൊള്ളും. എന്ത് പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുകയാണ് അല്ലേ. പറയണതിന് മുമ്പ് തന്നെ ചെയ്യുമോ എന്നാണ്. നീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുകളിൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുതെന്ന് ഖുർആനിൽ ആയത്തിറങ്ങി അല്ലേ. അപ്പോൾ ഉമർ റളിയല്ലാഹു എപ്പോഴും സംസാരിക്കുമ്പോൾ കുറച്ച് ഉറക്കനാണ് സംസാരിക്കുക. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സംസാരം കേൾക്കാൻ കുറച്ച് ഇടങ്ങാറാണ്, കാരണം മെല്ലെയാണ് സംസാരിക്കുക. ഉമർ റളിയല്ലാഹു എപ്പോഴും കുറച്ച് വോയിസിലാണ് സംസാരിക്കുക. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞിട്ട്. ആ ആയത്തിറങ്ങിയതിൻ്റെ ശേഷം ഉമറിൻ്റെ ശബ്ദം കേൾക്കാൻ തന്നെ പിന്നെ പ്രയാസം. അതാണ് സഹോദരങ്ങളെ, അവർ ഖുർആൻ ആ അള്ളാഹു എന്ത് കൽപ്പിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞോ, അങ്ങനെയാണ് അവർ മതത്തെ കണ്ടതെന്നാണ്. അങ്ങനെയാണ് അവർ ആ കൽപ്പനകളെ കണ്ടത്. അതേപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം കാണാം. ബൈത്തുൽ മാലിൽ ഈ സമ്പത്ത് വന്ന സന്ദർഭത്തിൽ അത് മുഹാജിറുകൾക്കും അൻസാറുകൾക്കൊക്കെ വീതിച്ചു കൊടുത്തൊരു സന്ദർഭമില്ല. ഈ ബൈത്തുൽ മാലിലെ പൈസ എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തപ്പം ആ സന്ദർഭത്തിൽ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് എല്ലാ മുഹാജിറിനും കൊടുക്കണതിൻ്റെ പകുതിയാണ് മകന് കൊടുത്തത്. നമ്മളൊക്കെ എന്താ ചെയ്യുക? എന്തെങ്കിലും വകുപ്പുണ്ടാക്കി മക്കൾക്ക് തോനെ കൊടുക്കണം, വകുപ്പുണ്ടാക്കുക നോക്കുക അല്ലേ. അങ്ങനെ പകുതി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസം. എല്ലാ മുഹാജിറിനും കിട്ടിയതിൻ്റെ പകുതി ആർക്കുള്ളൂ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിനുള്ളൂ, മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്. അപ്പോൾ ഉമറിനോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതറിയോ, എൻ്റെ കൂടെ വന്നതാണ് ഹിജറക്ക്, ചെറിയ കുട്ടിയെന്ന് വന്ന് എൻ്റെ കൂടെ എൻ്റെ വാപ്പാൻ്റെ ഒപ്പം വന്ന കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഒന്നും കൊടുക്കണ്ടെന്ന്, പകുതി മതി. നമ്മളെന്താ കാട്ടുക? നമ്മൾ രണ്ടും വേറെ മക്കളെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും വലിപ്പം കാണിച്ച് കൂടുതൽ വാങ്ങാനാണ് നോക്കുക സഹോദരങ്ങളെ. അപ്പോൾ അതാണ് അവരുടെ തഖ്വ. ആ തഖ്വയാണ്, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് അവർക്ക് എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു നൽകി. ഓരോ പ്രവാചകന്മാർ ഓരോ സഹാബിയെ ഇവിടെ പറഞ്ഞാൽ തീരും. ഓരോ സഹാബിയെക്കുറിച്ചും ഓരോ ക്ലാസ്സിൽ പറയാൻ മാത്രമുണ്ട് അല്ലേ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് അഖബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈഅത്ത് ചെയ്ത ആളാണ് അല്ലേ. അങ്ങനെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ട് അവിടെ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തിയ ആളാണ്. 30 വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 35 വയസ്സാകുമ്പോഴത്തേനും അദ്ദേഹം മരണപ്പെടും. ആഴ്ചയ്ക്ക് ഉഹുദ് യുദ്ധത്തിൽ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. വെറും 5 കൊല്ലാണ് സഅദ് ബിൻ മുആദ് ജീവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പറ്റി നോക്കി, അദ്ദേഹം മരിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയെന്നാണ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ട്, ഉഹുദ് യുദ്ധത്തിന് പരിക്ക് പറ്റിയിട്ട് നബി കാണാതെക്കാൻ വേണ്ടിയിട്ട് പള്ളിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ആക്കാനാണ്. അതായത് പള്ളിൻ്റെ ഈ സൈഡ് ഭാഗത്ത് പെട്ടെന്ന് കാണാത്ത ഭാഗത്ത് കൊണ്ടുപോയി കിടത്താനാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ എന്താ ചെയ്യുക? എല്ലാവരും കാണുന്നിടത്ത് കൊണ്ടുപോയി കിടത്തിയെന്നാണ് പറയുക. നമ്മളിങ്ങനെ കിടക്കല്ലേ മുറിയേറ്റ് കണ്ട് എല്ലാവരും കാണാൻ വന്ന ഫോട്ടോ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ട് കണ്ട് അഡിറ്റ് ചെയ്യണ്. അവിടെ വയലിന് പോയപ്പോൾ സുഞ്ഞാടന്ന് അഡിറ്റ് ചെയ്യണ്. നമ്മൾ എല്ലായിടത്തും ഇടുക ചെയ്യുക. ഇത് പള്ളിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടുപോയി കിടത്തിയാൽ മതി, കാണാത്ത ഭാഗത്ത്. അപ്പോൾ ചോദിക്കണ്ടേ എന്തിനാ അവിടെ കിടത്തണമെന്ന്? എൻ്റെ രക്തം കണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മനസ്സ് വിഷമിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മനസ്സ് എൻ്റെ മേത്തെ ചോര കണ്ട് വിഷമിക്കരുതെന്ന്. കാരണം അത്രയും പരിക്ക് പറ്റി, അത്രയും മുറിവേറ്റിട്ടുണ്ട്. രക്ഷപ്പെടാനാകാത്ത മുറിവുമായിട്ടാണ് അദ്ദേഹം അവിടെ ഷഹീദാണ്. നിങ്ങൾ ചോദിക്കുക പള്ളിൻ്റെ സൈഡിൽ കണ്ടിട്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു എന്നാണ്. ആകാശത്തേക്ക് നോക്കി ചിരിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ അർശ് പ്രകമ്പനം കൊണ്ടു എന്നാണ്. സഅദ് ബിൻ മുആദ് മരിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ, ഒരു മനുഷ്യനെ കൊണ്ട് ഇത് സാധിക്കുമോ സഹോദരങ്ങളെ? നമ്മളെ കൊണ്ട് പറ്റൂലേ സഹോദരങ്ങളെ? ഒരു മനുഷ്യനെ കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയെന്ന്. പിന്നെ മാത്രമല്ല, മലക്കുകൾ വരുന്നതാണ്. ഓരോരുത്തർ മരിക്കുമ്പം അവരുടെ റൂഹ് കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ വരുന്നതാണ്. അതാ മരിക്കണ മനുഷ്യൻ്റെ ദർജക്കനുസരിച്ചാണ് മലക്കുകൾ വരിക. അള്ളാഹുവിൻ്റെ റസൂൽ നോക്കിയിട്ട് പറഞ്ഞെന്തറിയോ, ചിരിച്ചിട്ട് പറഞ്ഞെന്തറിയോ, 75,000 മലക്കുകളാണ് സഅദ് ബിൻ മുആദിൻ്റെ റൂഹ് കൊണ്ടാൻ വേണ്ടിയിട്ട് ആകാശലോകത്തു നിന്ന് ഇറങ്ങി വന്നത് എന്നാണ്. നിങ്ങളാഴ്ച ഒരു മനുഷ്യനെ കൊണ്ട് അല്ലേ 30 മുതൽ ഒരു 5 വർഷത്തെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനെ അങ്ങനെ ജീവിതം അടയാളപ്പെടുത്താൻ സാധിച്ചെങ്കിൽ സഹോദരന്മാരെ, നമ്മളൊക്കെ എത്ര കൊല്ലായി ഈ ഭൂമുഖത്ത് ജീവിക്കണം? 45, 50, 30, 20, 15 സഹോദരങ്ങളെ 75 കൊല്ലമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ആലോചിക്കണ്ടേ, നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടോ? സഅദ് ബിൻ മുആദ് ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ തൻ്റെ ഗോത്രത്തിലേക്കാണ് പോയത്. അവിടെയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹം കെലിമ ചൊല്ലിച്ചു എന്നാണ്. ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കണമെന്നവരെ ബോധ്യപ്പെടുത്തി ഒരാളല്ലാത്തൊരു മുഴുവൻ മുസ്ലിമായി എന്നാണ്. ആ ഒരാൾ പിന്നീട് വീണ്ടും ഉഹുദിൻ്റെ സമയത്ത് മുസ്ലിമായിട്ട് ഉഹുദിലേക്ക് വരുന്നുണ്ടെന്നാണ്. ആ ബാക്കിയുള്ള ഒരാൾ ഉഹുദിൻ്റെ സമയത്ത് നേരെ മുസ്ലിമായിട്ട് യുദ്ധത്തിനാണ് വരുന്നത്. എന്താണ് അദ്ദേഹത്തെ പറ്റിയുള്ള അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? എന്താണ്? വളരെ കുറച്ച് ചെലവ് വളരെ വലിയ നേട്ടം നേടിയ മനുഷ്യൻ. കാരണം എന്താ? ഒരു നിസ്കാരം, ഒരു നോമ്പോ, ഒരു ഹജ്ജോ, ഒരു ഖുർആൻ ഒരു പേജ് പോലും ഓതാത്തൊരു മനുഷ്യൻ നേരെ ലായിലാളി നേരെ ഉതുക്ക് വന്ന് മരിച്ച് ഷഹീദായി സ്വർഗ്ഗത്ത് കടന്നുപോയി. എന്താ അതൊക്കെ? എന്താണ് സഹോദരങ്ങൾ? അതൊക്കെ മനസ്സാണ്. അതിനൊക്കെ പിന്നിൽ ആരാണ് സഹോദരങ്ങൾ? ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. നമ്മളെത്ര കാലമായി ഇവിടെ ജീവിക്കും? നമ്മളെത്ര ആൾക്കാരോട് സഹോദരങ്ങൾ തൗഹീദ് പറഞ്ഞു അല്ലേ? നമ്മൾ ഒന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാണ്. വാപ്പ എളാപ്പ തെറ്റോ മൂത്താപ്പ തെറ്റോ അല്ലേ, ജാറത്തിലേക്ക് പോകരുത്, അത് ശിർക്കാണ്, അള്ളാഹു വിലക്കിയ ശിർക്കാണ് അല്ലേ, മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ്. എന്താ സഹോദരങ്ങളെ സംശയമുള്ളത് അല്ലേ? അള്ളാഹു അല്ലാത്തൊരു ശക്തിക്ക് ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല തൗഹീദ് എന്നത്. നമ്മളെ ജീവിതത്തെ ബാധിച്ച ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാത്തൊരു ശക്തിക്ക് എങ്ങനെ സാധിക്കുക? ഏതെങ്കിലും ജാറത്തിൽ മൺമറഞ്ഞു പോയ ഏതെങ്കിലും വ്യക്തിക്ക് നമ്മളെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടാൻ സാധിക്കും സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ട് വരാത്ത ഒരു നന്മ അയാൾക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? നമ്മളെ ബാധിച്ച ഒരു തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആ ജാറത്തിലെ മനുഷ്യനെങ്ങനെ സാധിക്കും? അത് സാധിക്കൂല. അത് ഹയ്യും ഖയ്യൂമുമായ ഖദീറായ ഹയ്യുൽ ഖയ്യൂമായ എല്ലാം അറിയുന്ന എല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിറായ ഖാലിഖായ ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതാണ് തൗഹീദ്. അതവിടെ കൊണ്ട് അത് പറയുമ്പം സഹോദരങ്ങളെ, കുടുംബക്കാർ തെറ്റും അല്ലേ? ഞാനെങ്ങനെ പറയാം? ഭിന്നിപ്പുണ്ടാക്കണോൻ, ഫിത്ന ഉണ്ടാക്കണോൻ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണോ എന്ന് പറയും സഹോദരങ്ങളെ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫിത്നക്കാരൻ, കുഴപ്പക്കാരൻ, ഈ സമൂഹത്തെ ചിന്ന ഭിന്നമാക്കിയവൻ അല്ലേ? ഇതൊക്കെ നബി പ്രവാചകന്മാർ ഏറ്റുവാങ്ങിയ ആക്ഷേപമാണത്. ഒരാക്ഷേപകൻ്റെ ആക്ഷേപവും അവർ ഭയപ്പെട്ടിട്ടില്ല എന്നാണ്. അതാണ് സഹോദരങ്ങളെ സഹാബത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വാപ്പാനെ യുദ്ധത്തിൽ സ്വന്തം വാപ്പാനെ കൊല്ലുക, സ്വന്തം മക്കളെ കൊല്ലുക, ഇതൊക്കെ ആലോചിക്കാൻ പറ്റുമോ? അതൊക്കെ ആര്? അറബികളാണ് അല്ലേ? ഒരു സ്വന്തം ഒട്ടകത്തിൻ്റെ കയറിന് വേണ്ടി വരെ യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അറബികൾ എന്ന് പറഞ്ഞാൽ. അവർ വാപ്പാനൊക്കെ അത്രയും ഇപ്പം എനിക്ക് ഓർമ്മ എന്താ പറയുക, കഴിഞ്ഞ് അവർ വാപ്പാനൊക്കെ ഭയങ്കരമായിട്ട് ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് അറബികൾ. പണ്ട് ജാഹിലിയ കാലത്തെ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഗൾഫിൽ പോയി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ അറബിയുടെ ഒരു പോരീശ പറഞ്ഞുതരാം. എനിക്ക് അദ്ദേഹത്തിൻ്റെ അറബിൻ്റെ ഒരു മഹത്വം പറഞ്ഞുതരാം. എന്താ അറിയോ? എൻ്റെ അറബി ഭയങ്കര നല്ലവനാണ്, ചെറുപ്പക്കാരനാണ്, എൻ്റെ ഭയങ്കര നല്ലവനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം, ആ നന്മക്കുള്ള ഒരു ഉദാഹരണം എന്താ പറയുക? ഓൻ്റെ ഒരു ബാപ്പുണ്ട്, കുറച്ച് വയസ്സൊക്കെ കഴിയണ്, ഭയങ്കര ദേഷ്യവും ഭയങ്കര ചൂടാകലാണ്, ഭയങ്കര ചൂടനുമാണ്, ദേഷ്യക്കാരനുമാണ്. അപ്പോൾ ഓൻ്റെ പെരീക്കിൻ്റെ ഒരു പണി, കേസിൻ്റെ എന്തോ ഒരു പണിക്ക് പറഞ്ഞയച്ചു. മകൻ അറബി, മകൻ്റെ പെരീക്ക്, ഓൻ്റെ അറബിൻ്റെ പെരീക്ക് പണിക്ക് പറഞ്ഞപ്പോൾ അവിടെ എൻ്റെ വാപ്പ ഉണ്ടാവും. വാപ്പ പണിയെടുക്കുന്നിടത്തേക്ക് വരും. ഓൻ പറയാണ്, വാപ്പ പണിയെടുക്കുന്നിടത്തേക്ക് വരും, എന്നിട്ട് അന്നെങ്ങനെ ചീത്തറിയും, ഇത് ചെയ്ത് ശരിയായിട്ടില്ല, ഈ വയറങ്ങട്ടാണ്, ഈ വയറങ്ങട്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഉണ്ടല്ലോ, എൻ്റെ വാപ്പാനോട് ഒന്നും തോന്നരുതിട്ട് എനിക്ക്, എൻ്റെ വാപ്പാനോട് എനിക്കൊന്നും തോന്നരുത്. എനിക്ക് എപ്പോൾ എൻ്റെ വാപ്പാനോട് ദേഷ്യം വരുന്നുണ്ടോ അപ്പോൾ ഈ ഫോൺ എടുക്കുക, എന്നെ വിളിക്കുക, എന്നെ ചീത്ത പറഞ്ഞോണ്ടി. ഇത് നാളെ പരലോകത്തേക്ക് വെക്കരുതിട്ട്. എൻ്റെ വാപ്പാൻ്റെ സ്വഭാവമാണ് അങ്ങനെ. വാപ്പാനെ സ്നേഹിക്കണവരാണ് അറബികൾ. നിങ്ങൾ സ്നേഹിക്കുമോ?
എൻ്റെ വാപ്പുണ്ട്, ആ തന്ത അങ്ങനെ തന്നെ നമ്മൾ പറയാം. നമ്മളവന് പണിക്കുടുമ്പോൾ എന്താ പറയാ, ഒരു തന്ത ഉണ്ടാവും അവിടെ, എൻ്റെ വാപ്പയാണ്, പണ്ടൊന്നും കാലം കാട്ട അലമ്പാണ്, അതുകൊണ്ട് കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറയാം. ഓ എന്താ പറഞ്ഞത്, എൻ്റെ വാപ്പുണ്ട് അവിടെ, അയാൾ കുറച്ച് എന്താണ് റോങ് ആയിട്ട് പറയും, പക്ഷേ ഉണ്ടല്ലോ അത് അങ്ങനെ ഒരു സ്വഭാവമാണ്, ഇജ് കാര്യമാക്കരുത് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ദേഷ്യം വരെ അപ്പം എന്നെ വിളിച്ചാൽ ചീത്തറിയാം. അത്രയും സ്നേഹമുള്ളവരാണ് അവർ. ഞാൻ പറഞ്ഞത് അങ്ങനെ ജാഹിലിയ അറബികൾ വാപ്പാക്കും വേണ്ടി യുദ്ധം ചെയ്യണവരാണ്. ആ വാപ്പാനെ എതിർപക്ഷത്തുനിന്ന് കൊല്ലുക, അതിനെങ്ങനെ സാധിക്കുക സഹോദരങ്ങളെ? ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്തു. ആരാണ് ഖാലിദ് ബിൻ വലീദ്? ആരാണ് ഖാലിദ് ബിൻ വലീദ്? ഉഹുദിൽ മുസ്ലിങ്ങളെ സർവനാശത്തിന് കാരണമായ മനുഷ്യനാണ്. നമ്മളെ പേര് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്നാ പറയാ. 70-ലധികം സഹാബികൾ ഉഹുദിൽ കൊല്ലപ്പെട്ടു. ആരുടെ തന്ത്രമാണ്? ആരുടെ തന്ത്രം? ഖാലിദ് ബിൻ വലീദിൻ്റെ തന്ത്രമാണ്. അവിടെ കിടങ്കിൽ ഇങ്ങനെ തോൽക്കുകയാണെന്ന് കണ്ടപ്പം അപ്പം തന്നെ മണ്ടി കഴിച്ചിലായി. എന്നിട്ടൊരു താഴ്ന്ന സ്ഥലത്ത് കിടങ്ങിൽ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അള്ളാൻ്റെ റസൂല് ആ അമ്പെയ്യാൻ വേണ്ടി നിർത്തിയ ആളുകളൊക്കെ ആ കൽപ്പന ലംഘിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ചാൻസ് കിട്ടിയപ്പോൾ തിരിച്ചടിച്ചു. അത് ഖാലിദ് ബിൻ വലീദിൻ്റെ യുദ്ധതന്ത്രമാണ്. മൂന്നാളുകളാണ് ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് നാശം ഉണ്ടാക്കിയത്. ഒന്ന് ഖാലിദ് ബിൻ വലീദ്, 2 ഇക്രിമ ബിൻ അബൂ ജഹൽ, 3 അബൂ സുഫിയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 70 സഹാബികളാണ് ഷഹീദായത്. അള്ളാൻ്റെ റസൂലിൻ്റെ മുഖത്താണ് മുറിവേറ്റത്, പല്ല് പൊട്ടി അല്ലേ. ആ തലയോട് അതിൻ്റെ ഹെൽമെറ്റിൻ്റെ 2 ആണികൾ കവിളിൽ ആഴ്ന്നിറങ്ങിയതാണ്. എത്ര അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹാബി വന്നിട്ട് പല്ലുകൊണ്ട് വലിച്ചെടുക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രം നമ്മൾ സീറയിൽ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ണ് നനഞ്ഞ് കുതിരുങ്ങളെ, താടി രോമത്തിലൂടെ കണ്ണീര് വരുങ്ങളെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് ആഴ്ന്നിറങ്ങിയ ആണി ഒരു സഹാബി വലിച്ചിട്ട് ഊരിയപ്പോഴേ ആ സഹാബിൻ്റെ മുന്നത്തെ പല്ലുണ് ചാടിപ്പോയി എന്നാണ്. ആണിൻ്റെ കൂടെ പല്ലുണ് പോകുന്നു. അപ്പോൾ ആണി എത്ര ആഴത്തിലായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാകുക? 2ാമത്തെ ആണി ഊരിയപ്പോൾ 2ാമത്തെ പല്ലും പോയി എന്നാണ്. 2ാമത്തെ പല്ലും പോയി. അത്രയും മുറിവേറ്റ നബിയുടെ മുഖത്ത് മുറിവേറ്റ, നബിയുടെ പല്ല് പൊട്ടിയ അല്ലേ. നബിക്ക് എന്താണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു 24 വലിയ മുറിവുകളായിരുന്നു എന്നാണ്. വലത് കൈ പിന്നെ പൊന്തിയിട്ടില്ല എന്നാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ വലത് കൈ പിന്നെ പൊന്തിയിട്ടില്ല എന്നാണ്. കാലാകാലം അത് ഡാമേജ് കിടക്കുന്നു. അള്ളാൻ്റെ റസൂലിനെ സംരക്ഷിച്ചത് കാരണം അള്ളാൻ്റെ റസൂലിന് വന്ന വെട്ടും കുത്തൊക്കെ നേരെ മൂപ്പരാണ് ഏറ്റെടുത്തത്. ആ ദേഹത്ത് ഒരു അടയാളമില്ലാത്ത ഭാഗം കാണാൻ പറ്റില്ല എന്നാണ് ആ ഊഹുദിലേറ്റ മുറിവിൻ്റെ വലുപ്പമാണ്. വിരലുകൾ ചിലത് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. വലത് കൈയിൻ്റെ സ്വാധീനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ അള്ളാൻ്റെ റസൂൽ പറയാൻ തരോ, ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ കാണണമെങ്കിൽ കണ്ടോളി എന്നാ പറയാം. ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ സ്വന്തം ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഡിഫെൻഡ് ചെയ്തവരാണ് അവർ. അതാണ് സഹോദരങ്ങളെ സഹാബത്ത്. ആ ത്വൽഹ റളിയല്ലാഹു അൻഹു, ആ ഉഹുദ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഉഹുദിൽ അത്രയും മുസ്ലിങ്ങൾക്ക് പരിക്കേൽപ്പിച്ച ആ 3 ആളുകൾ ഒരുന്ന് ആരാണ്? ഒരുന്ന് സ്വർഗത്തിലാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇക്രിമ ബിൻ അബൂ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. കൊന്നവരും കൊല്ലപ്പെട്ടവരും സ്വർഗത്തിൽ. ഇതെന്താ സഹോദരൻ, ഇതിൻ്റെ ലോജിക്ക് എന്താ? കൊന്നവരും കൊല്ലപ്പെട്ടവരും സ്വർഗത്തിൽ പോവുക. ഈ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ആലോചിച്ചാൽ മതി. ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ കുറേ ഉണ്ടാക്കണമെന്നോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഇപ്പം അവസ്ഥ? സ്വന്തം മക്കളെയും സ്വന്തം വാപ്പാനെയൊക്കെ ബദറുൽ ഉഹുദിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊക്കെയാണ്. പിന്നെ ജീവിച്ച ഈ ഇത്രയും നാശങ്ങളും പരിക്കുണ്ടാക്കിയ അംസാർ റളിയല്ലാഹു അൻഹു. ആരാണ് അംസാർ റളിയല്ലാഹു അൻഹു? അബൂജഹൽ അള്ളാൻ്റെ റസൂലിനെ അങ്ങോട്ട് അടിച്ചിട്ട് മുറിവേൽപ്പിച്ച് രക്തം വരെ വന്നു. അള്ളാൻ്റെ റസൂലിനെ എന്ന് അടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിനാണ് അടിച്ചത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് അള്ളാൻ്റെ റസൂലിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചത്. അംസാർ റളിയല്ലാഹു അൻഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. അംസാർ റളിയല്ലാഹു അൻഹു ഏതോ യാത്രക്ക് കഴിഞ്ഞ് വരുമ്പോൾ വിവരം കിട്ടി, അങ്ങാടിയിൽ നിന്ന് വിവരം കിട്ടി, മുഹമ്മദിനെ അബൂജഹൽ നല്ല പൂസിക്കണ്. നേരെ പോവാണ് അബൂജഹലിൻ്റെ അടുത്തേക്ക്. കയ്യിലുണ്ടായിരുന്ന അമ്പുമ്പിലിൻ്റെ ആ വില്ലോണ്ട് അബൂജഹലിൻ്റെ മണ്ടക്കാണ് ആദ്യം കൊടുത്ത്. എന്നിട്ട് എന്താ മുഹമ്മദിനെ കാട്ടിയെന്ന് ചോദിച്ച്. എന്താണ് മുഹമ്മദിനെ കാണിച്ചത് ചോദിക്കാനും പറയാൻ ആരില്ല എന്ന് വിചാരിച്ചോ? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് അവനെ ഉപദ്രവിച്ചതെങ്കിൽ ഞാനും ഇതാ പ്രഖ്യാപിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അത് വിശ്വസിച്ചിട്ടൊന്നല്ല, അപ്പം അങ്ങനെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെയാണ് വിശ്വസിച്ചത്. സഹോദരങ്ങൾ, അതാണ് അംസാർ. ആ അംസാർ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൽ കൊന്നത്, ഉഹുദിൽ ഷഹീദായത്. എത്ര ദേഷ്യമുണ്ട്, എത്ര സങ്കടം ഉണ്ടാവും നബിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ. ആ വയസ്സിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടു എന്നാണ്. പക്ഷെ വയസ്സി മുസ്ലിമായി, കൽപ്പന വന്നു നോക്കണമെന്ന്. അങ്ങനെ മുഖം തിരിക്കാൻ പാടില്ല എന്ന് കൽപ്പന വന്നു. വയസ്സി മുസ്ലിമായി അല്ലേ, മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചു. എന്താ ഇതിൻ്റെ ലോജിക്ക് സഹോദരങ്ങളെ? കൊന്നവരും കൊല്ലപ്പെട്ടവരൊക്കെ സ്വർഗത്ത് പോവുക, ഒരേ സ്വർഗത്തേക്ക് എല്ലാവരും പോവുക. എന്താ ഇതിൻ്റെ ലോജിക്ക്? ഇതിൻ്റെ ലോജിക്ക് എന്താ നിങ്ങൾ
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതിന് അത്രയും മഹത്വമുണ്ട്, അത്രയും മഹത്വമുണ്ട്. ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അത്രയും കാരുണ്യവാനാണ് അള്ളാഹു. തെറ്റ് മനസ്സിലാക്കി തിരിച്ചു നടന്നാൽ, തൗബ ആത്മാർത്ഥമാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിലൊരു ഖേദമുണ്ടായാൽ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അത് അസത്യമാണല്ലോ, സത്യം ഇതാണല്ലോ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കാൻ ഒരാൾ തയ്യാറായാൽ സകലതും അള്ളാഹു പുറത്തു തരും. അതുകൊണ്ടല്ലേ ഖാലിദ് ഇബ്നു വലീദ് സ്വർഗത്ത് പോണ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇങ്ങനെ കുറേ ആലോചിക്കണ്ട, പടച്ചോന്തൊക്കെ പറഞ്ഞെന്നാണ്. നമ്മൾ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ ഇപ്പോൾ മരിച്ചോലും കൊന്നോരൊക്കെ സ്വർഗത്തിലും, അത് പടച്ചോൻ്റെ ലോജിക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്രയും മഹത്വമുണ്ട്. ആരാണ് ഈ ദീൻ സത്യപ്പെടുത്തുന്നത് എന്നുള്ളൊരു ടെസ്റ്റ് മാത്രമാണ് ഈ ജീവിതം. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഈ കൽപ്പനകൾ, അതായത് ഈ ദീൻ, അതാര് ജീവിതം കൊണ്ട് സത്യപ്പെടുത്തുന്നോ, ആ സത്യപ്പെടുത്തുന്നതിൻ്റെ ഒരു തോത് അല്ലേ, ഏറ്റവും നല്ല രൂപത്തിൽ ആരാണോ സത്യപ്പെടുത്തുന്നത്, സത്യപ്പെടുത്താൻ എല്ലാവർക്കും പറ്റും, ആ സത്യപ്പെടുന്നതിന് ഒരു ദർജയൊക്കെ ഉണ്ട്. അതാരാണോ അല്ലേ. ഇപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാം, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, ഒരു പേരുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളിയാഴ്ച പള്ളിയൊക്കെ വരും അല്ലേ, മരിച്ച മോനെ നമ്മൾ മറയും, നമ്മൾ ഖബർസ്ഥാനിലേക്ക് ഓനെ കൊണ്ടുവരും, ഓനാ മുസ്ലിം എന്ന് പറഞ്ഞാൽ. പക്ഷെ മുഅ്മിൻ എന്ന് പറയുമ്പോഴോ നമ്മൾ ഇതിലായിട്ട് പറഞ്ഞത്, ദീനിൻ്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്, നമ്മളെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഒരു മുസ്ലിം പറഞ്ഞാൽ ഓന് പേര് മുസ്ലിം ഉണ്ട് അല്ലേ, ഓൻ മുസ്ലിം കുടുംബത്തിൽ ഉണ്ടായതാണ്, അല്ലെ ഓൻ്റെ പേര് മുസ്ലിം ഉണ്ട്, ഓനെ മരിച്ചാൽ നമ്മളെ ഖബർസ്ഥാനക്ക് എന്തായാലും കൊണ്ടുവരും. ഇപ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും ഓനെ നമ്മൾ അവിടെ മറയും. മുഅ്മിൻ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, മുഅ്മിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ലോനെ പറയാം, വിശ്വാസമുള്ളവനാണ്. കുറച്ച് പള്ളിയൊക്കെ വരുന്ന നല്ല ഒരാളെ, ഒരു മുത്തക്കയായ നമുക്ക് തോന്നുന്ന ഒരാളെ നമ്മൾ മുഅ്മിൻ എന്ന് പറയുള്ളൂ. പക്ഷേ മുഹ്സിൻ എന്ന് പറഞ്ഞാലോ അത് അതിൻ്റെ മേലെയാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹ് എന്നെ കാണില്ലെങ്കിലും, ഞാൻ അള്ളാഹിനെ കാണില്ലെങ്കിലും അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അള്ളാഹിനെ കാണില്ലെങ്കിലും അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അള്ളാഹ് എന്നെ കാണുന്നുണ്ടുള്ള ബോധം അതൊരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഓന് ഇഹ്സാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഓ മുഹ്സിനാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കുറച്ച് മേലുള്ള ലെവലാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ ഒരു ദർജയിലേക്ക് അല്ലേ, അവർ മുഹ്സിനീങ്ങളായിരുന്നു, അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നു. അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ അങ്ങനെയായാൽ എന്നതിനെക്കുറിച്ച് അവർ ലജ്ജിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ലജ്ജല്ല, പടച്ചോൻ കാണുന്നുണ്ടല്ലോ, പടച്ചോൻ കേൾക്കുന്നുണ്ടല്ലോ എന്ന ഒരു ലജ്ജ സഹോദരങ്ങളെ നമുക്ക് ഈ വിഷയത്തിലില്ലാതെ പോയി എന്നുള്ളതാണ്. നമ്മൾ സഅദ് ബിൻ മുആദിൻ്റെ അവിടെ നിന്ന് പോകുന്നതാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് വായിച്ചപ്പോൾ ഏറ്റവും എന്നെ സ്വാധീനിച്ചൊരു പോയിൻ്റ് എന്താ, നിങ്ങൾ ഈ ബദർ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ്, ബദർ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുമ്പം അപ്പുറത്ത് വലിയ ആരവാണ്. നമുക്കറിയാം അവിടെ ആയിരക്കണക്കിന് 1000 ആളുകളാണ് ബദറിൽ ഒരു വന്നുകിടുന്നത്, ഒരു വൻ പ്രിപ്പറേഷനിലാണ് വന്നുകിടുന്നത്. എല്ലാ സർവ്വസന്നാഹങ്ങളും, പാട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ്, എല്ലാ സെഷനും ഉണ്ട്, ഒരു ഫുൾ പ്ലാൻഡ് ആയിട്ട് വന്ന ആൾക്കാരാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ്, വളരെ ദുർബലരായ മദീന കാലഘട്ടത്തിൽ മദീനയിൽ തുടക്കത്തിൽ വന്ന ആളുകളാണ് അവർ. എന്താണ്, മദീനയിലേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് വരുന്നുള്ളൂ. കുറേ പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ ആ വലിയ സൈന്യത്തെ ഇങ്ങനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി മുആദിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ സാധാരണ പറയല്ലോ, നമ്മളപ്പോൾ ഒരാൾ തല്ലാൻ കൊണ്ടുപോയി, തല്ലാൻ നോക്കണം, അവിടെ 10-15 ആൾക്കാർ ഇങ്ങനെ തടി മുടുക്കിയിട്ട് നിൽക്കുമ്പം നമുക്ക് തോന്നും ഇവിടെ തല്ലാതെ പോകുക നല്ലതെന്ന് തോന്നൂലേ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നവൻ എന്താ പറയുക, വല്ലാത്തൊരു പിടുത്തമുള്ള പിടുത്തിക്കണെന്ന് പറയില്ല നമ്മൾ. അങ്ങനെ പറയുമോയെന്ന് മുആദിനോട് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദ് ബിൻ മുആദിനോട്. അപ്പം സഅദ് ബിൻ മുആദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് വല്ലാത്തൊരു മറുപടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനസ്സാണ് കാണിക്കുന്നത്. എന്ത്, മൂസ ഇജും എൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് മൂസായുടെ അനുയായികൾ പറഞ്ഞ പോലെ അള്ളാൻ്റെ റസൂലെ ഞങ്ങൾ പറയില്ല എന്നാണ്. നിങ്ങളൊരു സമുദ്രത്തിൽ ഊടിയിട്ടാൽ നിങ്ങളെ പിന്നാലെ ഞങ്ങളും ഊടിയിടുന്നാൽ, നിങ്ങളൊരു മലൻ്റെ മേലെ കയറിയാൽ ഞങ്ങളും കയറുന്നതാണ്. ഇജ് എൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് മൂസായുടെ അനുയായികൾ മൂസാനോട് പറഞ്ഞ പോലെ അള്ളാൻ്റെ റസൂലെ നിങ്ങളോട് ഞങ്ങൾ ഒരിക്കലും പറയില്ല എന്നാണ്. ആ ധൈര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സാധനം. വല്ലാത്തൊരു, അതൊക്കെ ആ സമയത്ത് വെറുതെ പറയല്ല, അതൊക്കെ ആ നേരത്ത് അതിൻ്റെ മുമ്പിൽ മരണത്തെ ഇങ്ങനെ കാണുമ്പോൾ അത്രയും ആൾക്കാർ, നിങ്ങൾ ആഴ്ചയിൽ 10-15 ആൾക്കാർ നല്ല തടിമുൾക്കാർ തല്ലാൻ വന്ന് ഇങ്ങനെ വടിയും കത്തിമ്പാളായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ നേരത്തെ പറയാൻ പറ്റുക എന്നുള്ളത് അതൊരു ഈമാൻ തന്നെയാണ്, അതൊരു ഈമാനം തന്നെയാണ് സഹോദരങ്ങളെ. അതാണ് സഅദ് ബിൻ മുആദ്. അതുകൊണ്ടാണ് അർശ് കുലുങ്ങിയത്, അർശ് പ്രകമ്പനം കൊണ്ടത് അതുകൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് 75,000 മലക്കുകൾ, അതുകൊണ്ടാണ് 70,000 മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ്.
അങ്ങനെ ഓരോ സഹാബിയുടെ ചരിത്രവും വലിയ വലിയ മാറ്റമാണ് അല്ലേ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായ സഹാബിയാണ്, അത്ര വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പല സന്ദർഭങ്ങളിലും യാ മുആദ് ലഇന്നി ഉഹിബ്ബു, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മുആദിൻ്റെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് അല്ലേ. മുആദ് ബിൻ ജബലിന് യമനിലേക്ക് ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തി ആരാ ചോദിച്ചാൽ അത് മുആദ് ബിൻ ജബലാണെന്ന് പലപ്പോഴും സഹാബികൾ പറയുമായിരുന്നു എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അത്രയും ഇൽമു പഠിച്ച ആളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു 20 വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 20-ന് താഴെയാണ് നബി മരിക്കും അദ്ദേഹത്തിൻ്റെ പ്രായം. അഖബ ഉടമ്പടി നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വെറും 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവസാന ശ്വാസം വരെ അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കുമെന്ന് കയ്യിൽ പിടിച്ച് ബൈഅത്ത് ചെയ്ത വ്യക്തിയാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഫുൾ ടൈം നബിയുടെ കൂടെയാണ് മൂപ്പർ നടത്തിയത്. എന്തിനാ വെച്ചാൽ ആ ഉടമ്പടി കൈവച്ചല്ലോ, നബിനെ സംരക്ഷിക്കുമെന്ന് ആ ഉടമ്പടി കൊടുത്തോണ്ട് മൂപ്പർക്ക് പേടിയെന്നു നബിനെ വിട്ടുപിരിയാൻ. ആരെങ്കിലും നബിനെ എന്തെങ്കിലും ചെയ്യോ, എനിക്കൊരു ബാധ്യതയല്ലേ എന്ന് നബിയുടെ കൂടെ നടന്നാണ്. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ. യമനിലേക്ക് പോയിട്ട് അവിടെയുള്ള ആളുകളോട് ഇസ്ലാം പറയണം, ഇസ്ലാം അല്ലേ, ഈ ഇസ്ലാമിൻ്റെ മെസ്സേജ് യമനിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുആദ് ബിൻ ജബലിനെ അയക്കാണ്. നീ അവിടെ ചെല്ലണം, എന്നിട്ട് അവരോട് എന്ത് പറയണം, അവരോട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവരത് അംഗീകരിച്ചാൽ നീ അവർ 5 നേരത്തെ നമസ്കാരം അവർ കൽപ്പിക്കണം. അതവർ അംഗീകരിച്ചാൽ അവരുടെ സമ്പത്ത്, അവരുടെ ധനികരിൽ നിന്ന് സക്കാത്ത് പിടിച്ചിട്ട് അവരുടെ പാവങ്ങൾക്ക് കൊടുക്കണം അല്ലേ. അവരോട് നോമ്പ് നോൽക്കാൻ പറയണം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നോമ്പ് ആ സമയത്തുണ്ടൊക്കെ അല്ല, നോമ്പ് ആ കൽപ്പനയും കാണില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുആദ് ബിൻ ജബൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടൊരു കാര്യം കൂടി പറയണ്ടേ, മുആദേ ഒരു ഉപദേശം, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നീ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നീ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെയായിരിക്കും കടന്നു പോകുക എന്ന് മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, തിരിച്ചു വരുമ്പം നബി ഉണ്ടാവില്ലാന്ന് എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ ആയിരിക്കും മുആദേ തിരിച്ചു വരുമ്പം നീ വരിക എന്ന് മുആദ് ബിൻ ജബലിനെ യാത്ര അയക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പിടിച്ച് പറയാണ്. അവസാനം പ്ലേഗ് വന്നിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. പ്ലേഗ് പിടിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൈയും ആദ്യം ഒരു വലിയ മുറി ഉണ്ടായി, പിന്നെ അത് വലുതായി. അങ്ങനെ ആ പ്ലേഗ് ബാധിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 3 കാര്യങ്ങളിലല്ലാതെ മുആദ് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. 3 കാര്യങ്ങളിലാണ് മുആദ് ദുനിയാവിനെ സ്നേഹിച്ചത്. ആലോചിക്ക്, ആ 3 കാര്യങ്ങൾ. ഒന്നര, ഏറ്റവും ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പ്, അന്ന് മുആദിന് ദുനിയാവിന് ഇഷ്ടമായിരുന്നു എന്നാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അല്ലേ? നമ്മളെപ്പോഴും നോക്കുക നോമ്പ് വരാനാവുമ്പോഴേ നോക്കുക പകലെത്ര നീളമുണ്ടെന്നാണ്. പകലെത്ര നീളുണ്ട്, സുബയ്യപ്പള സൂര്യസ്തമിക്കണപ്പള, കാരണം എത്ര നീളമുണ്ടെന്ന് നോക്കുക. പിന്നെ ചൂടെത്ര ഉണ്ടെന്ന് നോക്കുക. നമ്മളതാ നോക്കുക സഹോദരങ്ങൾ. ഇതാക്കി ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പാണ്, ഏറ്റവും ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പാണ് ദുനിയാവിൽ മുആദ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ്. കാരണം അതാണ് അവരിഷ്ടപ്പെടുന്നത്. പിന്നെ രാത്രി നിസ്കരിക്കുമ്പോൾ ദുനിയാവിനോട് ഇഷ്ടമുള്ളത് 3 നേരമാണ് മൂപ്പർക്ക് ഉണ്ടായത്. ഈ ദുനിയാവിനെ മൂപ്പർ ഇഷ്ടപ്പെട്ടത് ഒന്ന് രാത്രി നമസ്കാരത്തിൻ്റെ സമയത്ത്, മൂന്നാമത്തെ എന്താ നിങ്ങൾ അറിവിൻ്റെ സദസ്സിലിരിക്കണമോ, ഖുർആനും ഹദീസുമാകുന്ന അള്ളാഹുവിൻ്റെ വഹി വിളമ്പനോടുത്തിരിക്കുമ്പോഴാണ് മൂപ്പർക്ക് ഏറ്റവും ദുനിയാവിനോട് ഇഷ്ടമുണ്ടായിരുന്നത്. ഈ മൂന്ന് സന്ദർഭങ്ങളിലല്ലാതെ മുആദ് ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കുള്ള പാഠം എന്താ സഹോദരങ്ങളെ? നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയില്ലേ, ഒരു ചെറിയ ദീനിൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് പോലും, ദുനിയാവിൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ്. ദീനിൻ്റെ വലിയ കാര്യങ്ങൾക്ക് ദുനിയാവിൻ്റെ ചെറിയ കാര്യങ്ങൾ തടസ്സം പറയുന്ന നമ്മളെങ്ങനെയാണ് സഹോദരങ്ങളെ സഹാബത്ത് പോയ സ്വർഗത്തിൽ പോവുക? എങ്ങനെ പോവുക? അതാണ് അവർ റളിയല്ലാഹു അൻഹു അല്ലേ. ചിലപ്പോൾ അങ്ങനെ തോന്നും, നമ്മളൊക്കെ ആ കാലത്ത് ജനിച്ചാൽ മതി, എന്നാൽ നമുക്കൊരു ഉമറും അബൂബക്കറൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ബക്കത്ത് കൂടെ പോകേനു എന്നൊക്കെ ചിലപ്പോൾ അങ്ങ് തോന്നാറുണ്ട്. സഹോദരങ്ങളെ, നമ്മൾക്ക് ആ മനസ്സില്ല അല്ലേ. അവർ വ്യത്യാസമുണ്ട്. അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിക്കാൻ അർഹനാണ്. അതവരുടെ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നോക്കി, അതേപോലെ തന്നെ ഓരോ സഹാബത്ത് അല്ലേ, ത്വൽഹ, നേരത്തെ പറഞ്ഞേ ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതായത് നബി കൊല്ലപ്പെട്ടു എന്നുള്ള കിംവദന്തി പ്രചരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പരിക്കേറ്റ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ നബിയുടെ അടുത്തേക്ക് ഓടി വന്ന് ആദ്യം 2 സഹാബികളാണ്, 2 മുഹാജിറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആദ്യമായി ഓടി വന്നതെന്നാണ്. നബിക്ക് വിട്ടു ഈ
നബിക്ക് പരിക്കേറ്റ സന്ദർഭത്തിൽ അതിലൊന്ന് ഈ ത്വൽഹാ റളിയല്ലാഹുവിനാണ്, രണ്ടാമത്തത് സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹുവിനാണ്. ഈ ത്വൽഹാ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ ആശ്ലേഷണവുമായി ബന്ധപ്പെട്ടൊരു ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം സിറിയയിലേക്ക്, അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പോലെ തന്നെ കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ് ത്വൽഹാ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വരാനുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ് പല ആളുകളും ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണമായിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ്. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ട് എത്ര ആൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പറയാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ. ചില ആളുകൾ പറയും പറയേണ്ട ആവശ്യമില്ല, ജീവിതം കണ്ടിട്ടാണ് വരേണ്ടത്. പറയണമെന്നൊന്നുമില്ല സഹോദരങ്ങളെ, പറയേണ്ടത് പറയുന്ന വേണം. ജീവിതം കണ്ട് നമ്മളെ ജീവിതം കണ്ട് ആരാ വരുന്നത്? ഇവിടുന്ന് ആരെങ്കിലും വണ്ടി കഴിച്ചില്ലെങ്കിലും ഉള്ളൂ. എന്നിട്ട് നമ്മളെ ജീവിതം കണ്ട് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരുന്നത്. പിന്നെ പറയണയും കൂടി ഇല്ല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ സഹോദരങ്ങൾ? അതുകൊണ്ട് നമ്മളിത് പറയണം. നമ്മൾ നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ദഅവത്ത് കൊണ്ടാണ് ആ അശ്റൽ മുബശ്ശിരീൻ 6 ആൾക്കാരറ്റെ ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആ 10 ആളിൽ 6 ആളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ദഅവത്ത് കൊണ്ട് മുസ്ലിമായ ആൾക്കാരാണ്. അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് അല്ലേ? ഒരാളൊരു നന്മ പ്രചരിപ്പിച്ചാൽ അല്ലേ, ആ നന്മ ഏറ്റുപിടിച്ചോൻ്റെ ചെയ്തിൻ്റെ കൂലിയൊക്കെ ഈ പറഞ്ഞോന് കിട്ടുന്നതാണ്. നമ്മൾ കാരണമായിട്ടൊരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഓൻ്റെ ജീവിതത്തിൽ ഓൻ ചെയ്യണ നന്മ മുഴുവൻ അതിൻ്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറയുമ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനൊക്കെ എത്ര കൂലി ഉണ്ടാവും സഹോദരങ്ങളെ. കാരണം അവരൊക്കെ മുസ്ലിമാക്കിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ത്വൽഹാ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയാണ് അബൂബക്കർ റളിയല്ലാഹു മുസ്ലിമാക്കിയത് അല്ലേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സിറിയയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ 15 വയസ്സിലെ മൂപ്പര് കച്ചവടക്കാരനാണ്. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ കച്ചവടത്തിന് സിറിയയിലേക്ക് പോയ സന്ദർഭത്തിൽ ഒരു പാതിരി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മക്കത്തു നിന്നാണോ വരുന്നത്? അവിടെ അഹ്മദ് എന്ന് പേരിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം മൂപ്പര് യാത്ര മൂപ്പര് മക്കത്ത് നിന്ന് പോരുന്ന സന്ദർഭത്തിൽ മക്കൾ അങ്ങനെ ന്യൂസൊന്നും കേട്ടിട്ടില്ല. തിരിച്ചു വന്ന ഉടനെ നേരെ മൂപ്പരുമാർക്ക് അങ്ങാടി പോയിട്ട് ഇവിടെ എന്ത് പുതിയ ന്യൂസ് ഉണ്ടോയെന്നാണ് ചോദിച്ചാൽ. ഇവിടെ പുതിയ ന്യൂസ് ഉണ്ട്, ഇവിടെ പുതിയ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലാത്തനെയും മനാത്തനെയും ഉസ്സനെയൊന്നും വിളിച്ചാൻ പാടില്ല, ഞാൻ അള്ളാനെ മാത്രമേ വിളിച്ചാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുതിയൊരു പടപ്പിറങ്ങിയെന്ന് പറഞ്ഞു. ഇവിടെ പുതിയൊരു പടപ്പ് വന്നിങ്ങനെ. അത് കൂടുതൽ അറിയണമെങ്കിൽ അബൂ ഖുഹാഫൻ്റെ മകനോട് പോയി ചോദിച്ചാൽ മതി. ആരാ അബൂ ഖുഹാഫൻ്റെ മകൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂപ്പരോട് ചോദിച്ചാൽ അറിയാം കൂടുതൽ ഡീറ്റെയിൽസ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി കാണുകയാണ്. അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് കാരണം മൂപ്പർക്ക് അവിടുന്ന് പാതിരി പറഞ്ഞെടുത്തതും ഏകദേശ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂപ്പർക്ക് ബോധ്യപ്പെട്ട് അപ്പം തന്നെ മുസ്ലിമാകാണ്. അവിടെ കുടുംബന്മാരുടെ വാപ്പെന്ത് വിചാരിക്കുന്നു? അതായത് 15 വയസ്സായ ഒരു കുട്ടി, ഒരു 15 വയസ്സായ ഒരാൾ ഒരു ഇസ്ലാം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെന്ത് സമ്മർദ്ദം ഉണ്ടാവും? എങ്ങനെ പെരീക്ക് കയറിച്ചില്ല? സ്വന്തമായിട്ട് വീടും കൂടിയൊന്നും ഇല്ലാത്ത ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് എങ്ങനെ പെരീക്ക് കയറിച്ചില്ല? നമ്മൾ സ്വന്തം പെരയും കുടിയും എല്ലാം സ്വന്തമായിട്ടുണ്ടായിട്ട് പോലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിവർത്തി നട്ടല് നിവർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ. നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ തമ്മിൽ വ്യത്യാസമാണ്. 15 വയസ്സിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച് ആ വീട്ടിൽ കയറിച്ചെല്ലാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ അത് സഹോദരങ്ങളെ, അങ്ങനെയാണ് അവർ അള്ളാഹുവിനും റസൂലിനും ഉത്തരം കൊടുത്തത്. ആ ഉത്തരം ഈ ഉത്തരം നമ്മളെ ഉത്തരം വ്യത്യാസമുണ്ട്. അതുതന്നെയാണ് നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ സഹോദരങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ്? മുത്തബിഉസ് സുന്ന. 5 അബ്ദുള്ളമാർ എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഹദീസിൻ്റെ റാവിമാർ, ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുള്ളമാരിൽ 5 അബ്ദുള്ളമാരാണ്. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഈ 5 അബ്ദുള്ളമാർക്ക് അബാദിലകൾ എന്നാ പറയാം. 5 അബ്ദുള്ളമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ചെറിയ പ്രായത്തിൽ അല്ലേ, 12ഓ 13ഓ വയസ്സാണ്. ബദർ നടക്കുമ്പോൾ ബദർക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. നബി ഇങ്ങനെ നോക്കിയിട്ട് പ്രായമായിട്ടില്ല കാരണം തിരിച്ചയച്ചാണ്. അടുത്തല്ല ആയിട്ടില്ലാറല്ലേ, നമ്മൾ പന്തലിക്ക കഴിഞ്ഞാലേ ഈ 5 അടിൻ്റെ പന്തലിക്കൊക്കെ ചെന്നാണ്ടാവും കെട്ടിക്കാണ്ട്. നമ്മൾ ഉയരം കൂടുതലാണെങ്കിൽ പള്ളിയിലൊരു മുണ്ടൊക്കെ കെട്ടിയാണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ല ഒന്നുമില്ലേ. അപ്പോൾ അതേമാതിരി അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ 12 വയസ്സായതുകൊണ്ട് തിരിച്ചയച്ചു എന്നാണ്, പ്രായമല്ലാത്തതുകൊണ്ട് അല്ലേ. ഉഹുദിൽ പിന്നെ അദ്ദേഹം യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഖന്തക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ആലോചിച്ചൊക്കെ അബ്ദുല്ലാഹി ഇബ്നു മുത്തബിഉസ് സുന്ന എന്നാണ്. എന്താ മുത്തബിഉസ് സുന്ന എന്ന് പറഞ്ഞാൽ? സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, അതിലൊക്കെ ഫോളോ ചെയ്യും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, അതിലൊന്നും സുന്നത്തായിട്ട് ഗണിക്കാത്ത കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പഴ കഴിച്ചു അല്ലെങ്കിൽ ഈത്തപ്പനയുടെ ആ ഓലയിൽ കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഓലയിൽ കിടന്നുറങ്ങൽ സുന്നത്തുണ്ടെന്നല്ല, അങ്ങനെ സുന്നത്തില്ല. അങ്ങനത്തെ ചര്യകൾ. ഇപ്പോൾ നബി ഇന്ന സ്ഥലത്ത് മൂത്രയിക്കാനിരുന്നു അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന വഴിയിലൂടെ പോയപ്പോൾ അവിടുന്ന് ചിരിച്ചു, അപ്പോൾ അവിടെ പോയി ചിരിക്കുക എന്ന് അങ്ങനെ സുന്നത്തില്ല ഇസ്ലാമിൽ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സുന്നത്തിനെ എത്രത്തോളം ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ നബി എന്തൊക്കെ ചെയ്തു അതൊക്കെ മുമ്പ് ചെയ്യുന്നതാണ്.
നബി സാധാരണ നടക്കാത്ത വഴിയുടെ മൂപ്പരിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ അവിടുന്ന് ഇങ്ങനെ താന്നിക്കുണ്ടാവും. അപ്പോൾ എന്താ ഇവിടുന്ന് താണിച്ചപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നബി ഒന്ന് താന്നീനു. അവിടെ നിന്ന് അന്നെന്തോ ഒരു മരം ഒന്നും ഉണ്ടായപ്പോൾ ആ മരമൊക്കെ പിന്നെ മുറിച്ച് പോയിട്ടുണ്ടാവും. എന്നാലും അവിടെ എത്തുമ്പോൾ മൂപ്പര് എന്ത് ചെയ്യും? ഒന്ന് താവും. ഇവിടെ നബി താന്നീനു അല്ലേ? ഇവിടെ എത്തിയപ്പോൾ നബി ഒന്ന് ചിരിച്ചിരുന്നു. ആ മൂപ്പര് അവിടെ എത്തുമ്പോൾ ചിരിച്ചു. അങ്ങനെ നബിനെ ഫോളോ ചെയ്ത ആളാണ്. അതാണ് മുത്തബിഉസ് സുന്ന. അല്ലാച്ചെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എനിക്ക് തോന്നി ജീവിതത്തിൽ 700-800 അടിമകളെ മോചിപ്പിച്ച മനുഷ്യനാണ്. 700-800 അടിമകളെ മോചിപ്പിക്കുക. അതായത് ഒരു നല്ല അടിമ ഉണ്ട് എന്നാണ്, ഒരു മുസ്ലിം അള്ളാഹിനെ പറ്റി നല്ല വിശ്വാസമുള്ള ഒരു അടിമ ഉണ്ട് എന്ന് കണ്ട അപ്പം പോയിട്ട് മോചിപ്പിക്കുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു ഉമർ നടന്നു പോകുമ്പം ചില അടിമകൾ വെറുതെ നിസ്കരിച്ച മാതിരി കാട്ടുന്നതാണ്. വെറുതെ നിസ്കരിച്ച മാതിരി കാട്ടും. അപ്പം നിസ്കരിച്ച അപ്പം തന്നെ പൈസ കൊടുത്തണം അവനെ മോചിപ്പിക്കുന്നതാണ്. എന്നിട്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങളെ പറ്റിക്കാണ് വരുന്നത്. നിങ്ങൾ ആര് പറ്റിച്ചാലും പടച്ചോൻ്റെ മനസ്സ് കാണുന്നുണ്ടെന്നാണ് ഇബ്നു ഉമർ പറഞ്ഞ മറുപടി. പടച്ചോൻ എൻ്റെ നോക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന ഓൽക്കല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ, പടച്ചോൻ എന്നെ പറ്റിക്കൂല എന്നാണ്. അതിനാണ് കൊടുത്ത മറുപടി അതാണ്, അല്ലാതെ പിൻവലിച്ചേക്കല്ല. അങ്ങനെ 700-800 ഒരു കഥ, ഒരു ചരിത്രം കാണാൻ പറ്റും. അദ്ദേഹം ഒരിക്കങ്ങനെ പോകുമ്പം ഒരു ആട്ടിടേനെ കാണുന്നുണ്ട്. ഒരു ആട്ടിടേന് നിറച്ച ആട്ടും പറ്റങ്ങനെ ഉണ്ട് ആ ആട്ടിടേൻ്റെ അടുത്ത്. അപ്പോൾ മൂപ്പര് ചോദിക്കും, പരീക്ഷിക്കാൻ വേണ്ടി മൂപ്പര് ചോദിക്കണതാണ്, ഒരാടിനെ ഒന്ന് അറക്കാൻ വേണ്ടി തരുമോ എന്ന് വെച്ച്. ഒരാടിനെ ചുടാൻ വേണ്ടിയിട്ട് ഒരാടിനെ ഇന്ന് ചെറിയൊരു ആടിനെ പിടിച്ച് അറക്കട്ടെ എന്ന്. അപ്പോൾ ആ ആട്ടിടേയും കൊടുത്ത മറുപടി എന്താ നിങ്ങൾ, ഇതിൻ്റെ മുതലാളി ഇവിടെ അല്ല എന്നാണ്. ഇതിൻ്റെ മുതലാളി ഇവിടെ അല്ല, കാരണം ഞാൻ അത് മേക്കുന്ന ആളാണ്, ഞാനെങ്ങനെ ഇതിന് ആടിനെ പിടിച്ച് തരിക? ഇതിൻ്റെ മുതലാളി യജമാനം ഇവിടെ അല്ല, അതുകൊണ്ട് തരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു റഹ്മാൻ പറയുന്നതാണ്, അതിപ്പോൾ ചെന്നായി പിടിച്ചു പറഞ്ഞാൽ പോരെ, കുറേ ആടില്ലേ, എത്രങ്ങാനും ആടുണ്ട്, ഇതിന്നൊന്നും പോയാൽ മുതലാളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിനെ ചെന്നായി പിടിച്ചു പറഞ്ഞാൽ പോരെ. ആ മുതലാളിനോട് അതൊക്കെ പറയാം. ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയതാണ്, ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി. പടച്ചോനോട് എന്താ പറയാ? പടച്ചോനോട് എന്താ പറയാ അല്ലേ? മുതലാളിനോട് ചെന്നായിനെ പിടിച്ചു എന്ന് പറയാം. നാളെ റബ്ബിൻ്റെ കോടതി ചെല്ലുമ്പോഴേ അവിടെ എന്താ പറയാ? അയിനല്ല. അപ്പം അല്ല ഇവിടെ അള്ളാൻ എന്താ മനസ്സിലാക്കിയെന്ന് കണ്ണിന്ന് വെള്ളം അങ്ങനെ ഉറ്റു വീണു ഇബ്നു ഉമറിന്. കാരണം വാങ്ങാൻ പാടില്ല. ആ അടിമൻ്റെ മനസ്സെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ആ ആട്ടിടേൻ്റെ അത് ആരുടെ അടിമയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുതലാളിനെ പോയി കണ്ട് പൈസ കൊടുത്ത് മോചിപ്പിച്ചു ആദ്യം. മാത്രമല്ല ഈ ആടിന് മുഴുവൻ ആടും പറ്റത്തിൻ്റെ വില കെട്ടിയിട്ട് ആ ആടും വില കെട്ടിയിട്ട് ഈ ഉടമക്ക് കൊടുത്തിട്ട് ആടും മുഴുവൻ ഈ അടിമക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഈ ആടിനെ ജിരുത്തോന്ന് പറഞ്ഞു. അതാണ് ഇബ്നു ഉമർ. അതാണ് ഇബ്നു ഉമർ പറഞ്ഞു. അത്രയും ധർമ്മിഷ്ഠനായിരുന്നാണ്. കിട്ടുന്നത് മുഴുവൻ സ്വതക്കായിട്ട് അങ്ങനെ കൂടെ ഒന്നും ജീവിതത്തിലൊന്നും സമ്പാദിക്കാത്ത അങ്ങനെ ബാക്കി വെക്കുന്ന കിട്ടുന്ന ചാൻസിൽ അടിമകളെ മോചിപ്പിച്ച് കർമ്മ നിരതനായി മുന്നോട്ട് പോയ ഒരു സഹാബിയാണ് ഇബ്നു ഉമർ അല്ലേ? ആ ചെറിയ പ്രായത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെ അത്രത്തോളം. നമ്മളൊക്കെ സുന്നത്ത് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സുന്നത്ത് എന്ന് പറയണത് എന്തിനറിയാക്ക്? ചെയ്താൽ കുഴപ്പമില്ലാത്തിന് നമ്മൾ സുന്നത്ത് അറിയാം, അല്ല ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാത്തിന്. നമ്മളെ സുന്നത്ത് പറഞ്ഞ കാഴ്ചപ്പാടന്നെ അതാണ്. ആ താടിയല്ലേ ആ സുന്നത്താണ്, അത് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ചെയ്തില്ല സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് നമ്മളെ സുന്നത്ത്. സഹോദരങ്ങളെ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യ, ആ ചര്യ അറിയാനും അത് അനുധാവനം ചെയ്യാനും എത്രത്തോളം താല്പര്യമാണ് ഇബ്നു ഉമർ കാണിച്ചത്. അവിടെയാണ് നമ്മളും വെച്ച് നമ്മളെ സുന്നത്തും മൂപ്പര സുന്നത്തും നോക്കിയാൽ മതി. മൂപ്പര് സുന്നത്ത് അറിയണ എന്തിനാ നിങ്ങൾ? അത് ഫോളോ ചെയ്യാൻ വേണ്ടി സുന്നത്ത് പരമാവധി മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്യാണ്. നമ്മളെങ്ങനെയും ചെയ്യാതെക്കാൻ വകുപ്പുണ്ടോ? ഫർലാണോ സുന്നത്താണോ നമ്മൾ ചോദിക്കണം എന്തിനറിയോ? തൽക്കാലം ചെയ്യാൻ ഉദ്ദേശമില്ല എന്നല്ല ഞാൻ. രണ്ടും വ്യത്യാസം. നമ്മളെ നിലപാട് അവിടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ മാറണം. നമ്മൾ മാറേണ്ടതുണ്ട്. സഹാബികൾ നമ്മുടെ മാതൃകയായിട്ട് മാറുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളുണ്ടാവും അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞില്ലേ, ആരെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഹാബ് മുഹമ്മദാണ്. അവരാണ് ഏറ്റവും തഖ്വയുള്ളവർ, അവരാണ് ഏറ്റവും ആഴമേറിയ അറിവുള്ളവർ. ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആരാണ് സഹോദരങ്ങളെ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആരാണ് അല്ലേ? ഒരടിമയായിരുന്നു. ഉഖബത്ത് ബിൻ അബീ മുഅയ്തയുടെ ആട്ടിടയനായിരുന്നു, അടിമയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലേ? ഇതേപോലെ അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ആട്ടിനെ മേച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇബ്നു മസ്ഊദ്. ചെറിയ കാലുകളുള്ള വളരെ കാണാനൊന്നും ഭംഗിയില്ലാത്ത ചെറിയൊരു മനുഷ്യനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലേ? അപ്പോൾ ഒരാടിനെ നബിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആടിനെ പാല് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴതിന് കൊടുത്ത മറുപടി തരുമോ? ഇത് എൻ്റെ ആടല്ല എന്നുള്ളതാണ്. പാല് തരുമോ ഈ ആടിനെ കറക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഇതിൻ്റെ ആടല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പാലില്ലാത്തൊരാടിനെ കാണിച്ചു തരുമെന്നാണ്. പാലില്ലാത്ത ഒരാടിനെ കാണിച്ചു തരുമെന്ന്. അങ്ങനെ പാലില്ലാത്തൊരാടിനെ കാണിച്ചു കൊടുക്കുകയാണ്, കറവല്ലാത്തൊരാടിനെ. ആ കറവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കറന്നിട്ട് പാല് കുടിച്ചു. എന്നിട്ട് നബിയും കുടിച്ചു, അബൂബക്കർ സിദ്ദീഖ് കുടിച്ചു,
ഇബ്നു മസ്ഊദ് കൊടുത്തു എന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ മൂപ്പര് പറയും ഈ അറിവ്, ഇതിൻ്റെ അറിവ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കണം. ഇതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് പറഞ്ഞു തരുമ്പോഴും ഇസ്ലാമിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിന് പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് ഇബ്നു മസ്ഊദിൻ്റെ മനസ്സ് മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇബ്നു മസ്ഊദിൻ്റെ മനസ്സ് മാറി അല്ലേ? അങ്ങനെ ഇബ്നു മസ്ഊദ് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആരാണ് സഹോദരൻ? പിൽക്കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞ ആരാണ്? അറിവ് കൊണ്ട് അള്ളാഹു ശക്തിപ്പെടുത്തി അല്ലേ? നമ്മളൊന്നും ഒരാളും ഒരു നോട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് സത്യത്തിൽ. പക്ഷേ വിശുദ്ധ ഖുർആനിലെ ആഴത്തിലുള്ള അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദിൻ്റെ ഓത്ത് ഭയങ്കര സൗന്ദര്യമുള്ള ഓത്താണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഖുർആൻ അവതരിച്ച അതേപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇബ്നു മസ്ഊദിൽ നിന്ന് പഠിക്കണം എന്നാണ്. ഇബ്നു മസ്ഊദ് ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്നു മസ്ഊദിൻ്റെ ഓത്ത് ഇഷ്ടമായിരുന്നു. നബി ഇബ്നു മസ്ഊദിനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുന്നു. നബി ഇങ്ങനെ കേട്ട് ആസ്വദിക്കുന്നതാണ് അല്ലേ? സഹോദരങ്ങളെ, എന്തെങ്കിലും ഖുർആൻ ഒന്ന് കേട്ട് ആസ്വദിക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ഓതല് പോട്ടെ അല്ലേ? അവർ നബിക്ക് ഇറങ്ങിയതാണ് ഖുർആൻ, എന്നിട്ട് നബി പോലും ഇബ്നു മസ്ഊദിനെ കൊണ്ട് ഖുർആൻ ഓദിക്കാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര ഖുർആൻ കേൾക്കലുണ്ട്? നമ്മൾ കേൾക്കുമ്പോൾ എന്താ അതോടങ്ങനെ ഓണാക്കിയാൽ നമ്മൾ വേറെ പണിയെടുക്കണ്ടാവും. അതാണ് നമ്മളെ ഖുർആൻ കേൾക്കൽ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അങ്ങനെയല്ല. ഖുർആൻ അത് ഫസ്തമിഊ എന്നാണ്. ഇതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആനോടൊട്ട് അള്ളാൻ്റെ കലാമാണ്. അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അത് പൂട്ടിയേക്കാന്നല്ലേ. അങ്ങനെ പാട്ടും വാർത്തിടുന്ന മാതിരി ഇടേണ്ട സാധനമല്ല ഖുർആൻ അല്ലേ? അതാണ് ആ ഇബ്നു മസ്ഊദിനെ കൊണ്ട് അള്ളാൻ്റെ റസൂൽ ഖുർആൻ ഓദിച്ചു എന്നാണ് അല്ലേ? ഇബ്നു മസ്ഊദ് പിൽക്കാലത്ത് കൂഫയിലെ ഗവർണർ അല്ലേ, കൂഫയിലെ അധികാരിയായി. ദീൻ എത്ര ശിഷ്യന്മാരുണ്ടായി ഇബ്നു മസ്ഊദിന്? ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ദീന് പഠിപ്പിച്ച വ്യക്തിയാണ് മഹാനായ ഇബ്നു മസ്ഊദ് അല്ലേ? ഉഖബത്ത് ബിൻ അബീ മുഅയ്തയുടെ ആട്ടിനായ ഒരു മനുഷ്യനെ അള്ളാഹു എത്രത്തോളം ഉയർത്തി. ഇബ്നു മസ്ഊദിനെ അറിയാത്ത ലോകത്തെ മുസ്ലിങ്ങൾ ആരാളുള്ളത് അല്ലേ? ഇസ്ലാമിനെ കുറച്ചെങ്കിലും ഒരു ഇൽമുള്ള ഒരു മുസ്ലിം ഇബ്നു മസ്ഊദിനെ അറിയാത്തതായിട്ട് ലോകത്തിലാരും ഉണ്ടാവില്ല. അത്രയും ഉയർന്ന ഒരു ദറജയിലേക്ക് ഒരാട്ടിടേനെ അള്ളാഹു ഉയർത്തിയെന്തുകൊണ്ടാണ്? ഈ ദീനിനെ കൊണ്ടാണ്, ഈ ദീനിൻ്റെ അറിവ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുക. അതാണ് അതിന് പ്രചോദനം കിട്ടേണ്ടത്. ഇബ്നു മസ്ഊദിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പ്രചോദനം എന്താ പറയുക? ഇബ്നു മസ്ഊദിൻ്റെ ഒരു ചരിത്രമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി. അങ്ങനെ കൂഫയിലെ ഖാളിയായിട്ട് നിയമിച്ചത് ആരാണ് അറിയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിലെ ഖാളിയായിട്ട് നിയമിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയാണ്. അങ്ങനെ ആ ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷം ഇബ്നു മസ്ഊദ് കൂഫയിൽ ഖാളിയായിട്ട് അപ്പോഴും തുടരുകയാണ്. ആരും മാറ്റിയിട്ടില്ല അദ്ദേഹത്തെ. അവിടെ ഒരു കേസ് വരികയാണ്. ഒരു കേസ് അദ്ദേഹത്തിൻ്റെ കോടതിയിലേക്ക് വരികയാണ്. എന്താ നിങ്ങൾ, ഒരാൾ മഹർ നിശ്ചയിക്കാതെ കല്യാണം കഴിച്ചു. അതായത് കല്യാണം കഴിക്കണം തോന്നി. അപ്പം മൂപ്പരെടുത്ത് മഹറൊന്നും കൊടുക്കാനില്ല. അപ്പം മൂപ്പരെന്ത് ചെയ്തു വെച്ചാൽ മഹർ കടം പറഞ്ഞു. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് നടക്കും. മഹർ കടം പറഞ്ഞിട്ട് ഉണ്ടാവുമ്പം തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പെണ്ണ് സമ്മതിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ ഉണ്ടാവുമ്പം തരാമെന്ന് പറഞ്ഞിട്ട് എത്രയൊന്നും പറഞ്ഞു, ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ മഹർ എൻ്റെ പറഞ്ഞിട്ട് മൂപ്പര് കല്യാണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് മൂപ്പര് മരിച്ചു. മരിച്ചാൽ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് ആദ്യം കടാണ് കൊടുക്കേണ്ടത്, എന്നിട്ടാണ് പിന്നെ ബാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വത്ത് ഓരിയേക്കാൻ നിൽക്കുമ്പോൾ ആദ്യം മഹർ വീട്ടണം. അപ്പോൾ എത്ര കൊടുക്കുക? എന്തെങ്കിലും തരാനുണ്ടാണ് കെട്ടിക്കണത്. ഇനിയിപ്പോൾ എത്ര കൊടുക്കുക? ഒരു കണക്കൂല്ലല്ലോ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മാസം സമയം ചോദിച്ചു. കോടതി പിരിഞ്ഞു. ഒരു മാസം കഴിഞ്ഞിട്ടേ ഇനി വിധി പറയുള്ളൂ. കാരണം അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അള്ളാൻ്റെ റസൂലിൻ്റെ ചര്യമാണല്ലോ. അങ്ങനെ മൂപ്പര് അന്ന് അറിയണ എല്ലാവർക്കും കത്തയച്ചു. അന്ന് ഇമെയിലോ വാട്സപ്പും ഇതൊന്നുമില്ല, ടെലിഗ്രാമൊന്നുമില്ല. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ കത്തയക്കണം. ഇവിടുന്ന് ആളെ വിടണം. മദീനയിലേക്കൊക്കെ ആളെ വിട്ടു. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ വിളംബരം ചെയ്തു. ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ഈ വിഷയത്തിൽ അറിയെങ്കിൽ ഇബ്നു മസ്ഊദിനെ അറിയിക്കണമെന്നുണ്ട്. കത്തയച്ചു. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. ഒരു വിവരം കിട്ടിയില്ല. ഒരു മാസം കഴിഞ്ഞ് കോടതി വീണ്ടും കൂടുകയാണ്. ഇന്ന് വിധി പറയണം. ഇന്ന് വിധി പറയേണ്ട ദിവസമാണ് ഈ വിഷയത്തിൽ. ഒരു അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു വിവരം കിട്ടിയിട്ടില്ല, ഒരു ചര്യം കിട്ടിയിട്ടില്ല. ഇബ്നു മസ്ഊദ് ആലോചിച്ചിട്ട് അവസാനം എന്ത് പറഞ്ഞറിയോ? ആദ്യ ഭാര്യയ്ക്ക് ഇയാൾ മുമ്പ് കല്യാണം കഴിച്ച പെണ്ണിന് എന്താണോ കൊടുത്തത് അതേ മഹർ ഈ പെണ്ണിനും കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് മൂപ്പരെ വിധി. ആ വിധി പ്രഖ്യാപിച്ചതോടുകൂടി സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് വന്നിട്ട് അയാൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് അള്ളാഹുവിൻ്റെ റസൂല് എന്താണോ വിധിച്ചത് അതാണ് താങ്കളും വിധിച്ചത് എന്നാണ്. അപ്പോൾ സന്തോഷത്തെക്കാളേറെ അപ്പോൾ പെട്ടെന്ന് മൂപ്പർക്ക് ദേഷ്യം വന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു മാസമായിട്ട് ചോദിച്ചടക്കുകയാണ്, ഒരു മാസമായിട്ട് അന്വേഷിച്ചടക്കുകയാണ്. പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇതേപോലെ ഉണ്ടായി. അള്ളാൻ്റെ റസൂൽ ഇതന്നെയാണെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അത് ചോദിച്ചെടുത്തിട്ട് നിങ്ങൾ ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ.
പക്ഷേ ഇബ്നു മസ്ഊദിന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയതാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ വിധിച്ചത് അതുതന്നെയാണ് ഇബ്നു മസ്ഊദും വിധിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ ആരെ നോക്കി അള്ളാഹു അവരെ ഉയർത്തി എന്ന് പറയുമ്പം അത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഒരു ആട്ടിടയനെ ഈ ഒരു ദറജയിലേക്ക് അള്ളാഹു ഉയർത്തി എന്ന് പറയുമ്പം അല്ലേ? അതാഅ് ഇബ്നു റബീഅ ആരാണ്? ഒരു ചെറിയ മനുഷ്യനാണ്, കാണാനൊരു ചൊർക്കില്ലാത്ത ചെറിയ മനുഷ്യൻ. അതായത് സാധാരണ അന്നത്തെ ആൾക്കാർ ഇരുന്ന അതാഅ് നിന്നാൽ അതാഅ് ഇരിക്കണേക്കാൾ ചെറുതേക്കാരം. എന്താ വെച്ചെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുക, ഒരു ചങ്ങായി നിൽക്കുക, ആ നിൽക്കണോ നമ്മളെക്കാൾ ചെറുതാണ്. ഇവന് ഓൻ്റെ അവസ്ഥ എന്താ? ഓൻ്റെ കോംപ്ലക്സ് എത്രയ്ക്കാരം? ഓനെ കളിയാക്കാണ്. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറയണ കുട്ടി എല്ലാവരും കളിയാക്കണം, ഉയരല്ലാത്തതുകൊണ്ട് എല്ലാവരും കളിയാക്കാണ്. ആ ഉമ്മ കൊടുത്തൊരു മറുപടി ഉണ്ട്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ട് അള്ളാഹു ചില ആളുകളെ ഉയർത്തുന്നതാണ്. അവിടെ ഖുർആൻ പഠിച്ചാൽ അത് നല്ല പണ്ഡിതനാകാൻ നോക്കുന്ന എന്നാൽ വലിയ ആളാകാന്നാണ്, വലിയ ആളാകാൻ. അങ്ങനെ ഇബ്നു അബ്ബാസിൻ്റെ അടുത്ത് നിന്ന് ദീൻ പഠിക്കണം അത്താഴ്. നിങ്ങൾ ആലോചിക്കും, ഇബ്നു അബ്ബാസിൻ്റെ ദീൻ പഠിക്കണം അത്താഴ് ഇബ്നു അബ്ബാസിന് എത്രയോ സാധനങ്ങൾ ഉദ്ധരിച്ചതായി അത്താഴ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ. ആ അത്താഴ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കാണ് അല്ലേ? ഒരു വിഷയത്തിൽ അമവി കാലഘട്ടത്തിൽ അമവി ഖലീഫ ഒരു വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്തിൽ ആർക്കാണ് ഏറ്റവും വിവരമുള്ളതെന്ന് അന്വേഷിക്കും. അത്താഴ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ ജീവിച്ചിരിപ്പുണ്ട്, അയാളുടെ അടുത്തേക്ക് പോകണമെന്നാണ്. അങ്ങനെ അയാൾ മദീന പള്ളിയോട് ചേർന്നൊരു വീട്ടിൽ ഒരു ചെറ്റക്കൂട്ടിൽ താമസിക്കുന്നുണ്ട്. അവ ഖലീഫ വിളിപ്പിച്ചു എന്നാണ്, ചെല്ലാൻ പറഞ്ഞു എന്നാണ്. ദീന് അങ്ങോട്ട് കൊട്ടാരത്തിൽ പോയി വിളമ്പൂല എന്നാണ്, ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ചെറ്റക്കൂട്ടിലേക്ക് ഖലീഫ വരികയാണ്. സഹോദരന്മാരെ, എന്ത് ആ ആളുകൾ കളിയാക്കിയിരുന്ന, കുട്ടിക്കാലത്ത് കളിയാക്കിയിരുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഖലീഫ ഫത്വ ചോദിച്ച് വരുമ്പം അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ കലാം, ആ അള്ളാഹുവിൻ്റെ കലാമിൽ നേടിയ അറിവ് കൊണ്ട് അള്ളാഹു ആളുകളെ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരായത്ത് പഠിക്കാൻ അതാണ് സഹാബികൾ നമ്മൾ സ്വീകരിക്കേണ്ട മാതൃക അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടം, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നിങ്ങൾ പെരീക്കിന് ചെല്ലുമ്പം നിങ്ങളെ പെരൻ്റെ അമ്മരത്ത് 3 കാറ് കിടക്കണം അല്ലേ? BMW 8 സീരീസിലൊരു കാറ് അല്ലേ? ബെൻസിൻ്റെ മേബാക്കിൽ ഏറ്റവും മുന്തിയ കാറ് അവിടെ കിടക്കുകയാണ്. പിന്നെ Audi 8. നിങ്ങൾക്ക് എന്ത് ഈ ഭൂമുഖത്ത് സങ്കല്പിക്കാൻ പറ്റുമോ? അല്ലെ, നമുക്ക് ചിലപ്പം ആലോചിച്ചാൽ നമ്മളെ കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞത് ഏറ്റവും നല്ല കാർ ഏതാണ്? ഓലൊക്കെ കാണുന്ന ആൾക്കാരെ കാരം അല്ലേ? ഏതാ റേഞ്ച് റോവറിൻ്റെ പുതിയ വണ്ടി ഏതാണ്? ഓഡിൻ്റെ പുതിയ വണ്ടി ഏതാണ്? ഒക്കെ ഓല് പറഞ്ഞുതരും. അങ്ങനത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റിയ ഒരു 4x4ഉം ഒരു സ്പോർട്സ് കാറും ഒരു സാധാരണ കാറും ഏറ്റവും മുന്തിയ 3 കാറ് നിങ്ങളെ മരത്ത് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചാണ്, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുടുംബത്തേക്ക് തിരിച്ചു ചെല്ലുമ്പം അവിടെ 3 തടിച്ച് കൊഴുത്ത ഒട്ടകങ്ങളെ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം പിന്നല്ലാതെ, കാരണം ഒട്ടകം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മുതലാണ്. ചുവന്ന തുടുത്ത തടിയുള്ള 3 തടിച്ചു കൊഴുത്ത ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അതന്നെയാണ് റോൾസ് റോയ്സ് പറഞ്ഞാൽ. 3 ഏറ്റവും സങ്കല്പിക്കാൻ പറ്റിയ 3 മുന്തിയ കാറ് നിങ്ങളെ പെരൻ്റെ മരത്ത് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? എന്താ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചാൽ നിങ്ങൾ നിസ്കാരത്തിൽ ഓതുന്ന 3 ആയത്ത് അതിനേക്കാൾ ഹൈറാണെന്ന് സഹാബത്തിനോട് പറഞ്ഞാണ്. അവർക്ക് മനസ്സിലായി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ പറഞ്ഞ 3 വണ്ടി ഇന്ന് വാങ്ങാനുള്ള പൈസ ഉള്ളവരുണ്ട് ഇവിടെ? ഉണ്ടോ? ഒരാൾക്കെങ്കിലും ഈ പറഞ്ഞ 3 വണ്ടി ഇന്ന് ഇവിടെ വാങ്ങാൻ പറ്റുമോ? കടമില്ലാതെ, ലോണില്ലാതെ ഉണ്ട്? നിൽക്ക് തോന്നില്ല. പക്ഷേ ഈ പറഞ്ഞ 3 ആയത്ത് ഓതാൻ പറ്റാത്ത ആരല്ലേ? അതാണ് ദീൻ, അതാണ് അള്ളാന്റെ ദീൻ, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. കഴിയാത്ത കുറെ ലക്ഷ്യങ്ങളെ പഠിച്ചോൻ ലക്ഷ്യമായിട്ട് വെച്ചിട്ടില്ല. എന്താണ് 3 ആയത്ത് നിസ്കാരത്തിൽ ഓതാൻ പറ്റാത്ത ആരാള്? നിങ്ങൾ എന്താ വിചാരിച്ചാണ് അല്ലെ? വലിയ ആയത്ത് ചില ആൾക്കാർ പറയും, എങ്ങനെ ഇപ്പൊ ഞാൻ പഠിച്ചത്? എന്ത് പഠിച്ചാൽ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ്. ഓതാൻ പറ്റാത്ത ആരാള് സഹോദരങ്ങളെ? അത് ഓതുമ്പോ എന്താ അറിയല്? അത് വിചാരിച്ചിട്ടല്ല ഓതുന്നത്. ആ ഓത്തിന് അത്രയും, ആ 3 ആയത്തിന് അത്രയും വില ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ, മനസ്സിലാക്കിയിട്ടില്ല, അത് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ സഹാബത്ത് അത് അറിഞ്ഞിട്ടാ ഓതിയത്, അത് മനസ്സിലാക്കിയിട്ടാ ഓതിയത് അല്ലേ? ഒരു സഹാബി എപ്പോഴും കുല്ലല്ലാഹു ഓതുന്നതാണ്. മറ്റു സഹാബികൾ പോയി എന്താ ഇങ്ങനെ കുല്ലല്ലാഹു ഓതുന്നത്? എല്ലാ നിസ്കാരത്തിലും മൂപ്പര് കുല്ലല്ലാഹു മൂപ്പർക്ക് ഇഷ്ടാണ്. അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? എല്ലാ ശിർക്കിന്റെ മുദ്രാവാക്യങ്ങളെയും പൊളിക്കുന്ന ഒരു വാക്കാണ്. അല്ലാഹു ഏകനാണ്. ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്താ പറയാനുള്ളത് അല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യ എന്ന യജമാനൻ ചുട്ടുപഴുപ്പിച്ച എന്താണ് കമ്പി വെച്ച് പൊള്ളിച്ച് ആ മരുഭൂമിയിൽ കെട്ടിവലിച്ചപ്പോഴും ബിലാലിന്റെ നാവിൽ നിന്ന് വന്ന 2 വാക്കുണ്ട്, അഹദ് എന്ന വാക്കുണ്ട് അല്ലേ? അഹദ്, ആ വാക്കാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്ന് പ്രഖ്യാപിക്കാൻ
അല്ലേ? ബാക്കി അമ്മാർ ഇബ്നു യാസറല്ലേ, അമ്മാർ റളിയല്ലാഹു അൻഹും സുമയ്യ ഇവരൊക്കെ മറ്റു പീഡിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ പീഡനം വല്ലാണ്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പം അവരൊക്കെ ശിർക്കിൻ്റെ വാക്ക് ഉച്ചരിച്ചു എന്ന് കാണാം ചരിത്രത്തിൽ. അവർ നബിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ അങ്ങേയറ്റത്തെ പീഡനമായപ്പം രക്ഷപ്പെടാൻ വേണ്ടി ശിർക്കിൻ്റെ വാക്ക് ഉച്ചരിച്ച് പോയിട്ടിട്ട് നബിയെ പൊറുക്കൂലേ നബി എന്ന് ചോദിച്ചപ്പം ആ സമയത്ത് മനസ്സിൽ എന്തായിരുന്നു ചോദിച്ചപ്പം ആ മനസ്സിൽ മുഴുവൻ റബ്ബായിരുന്നു, അള്ളാഹു ആയിരുന്നു എന്ന് പറഞ്ഞപ്പം അതിൽ പ്രശ്നമല്ല എന്നാണ്. ഇഞ്ഞുമാണ് ഈ പറഞ്ഞുകൊണ്ടിന്നാ പറഞ്ഞത്. ഇഞ്ഞും വല്ലാതെ പീഡിപ്പിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിന്നാ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് പോലും ശിർക്കിൻ്റെ വാക്ക് ഉച്ചരിക്കാത്ത മനുഷ്യനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോഴും അദ്ദേഹം അഹദ് അഹദ് എന്ന് മാത്രമാണ്. ഈ കുൽഹു അല്ലാഹു അഹദിനെ അങ്ങനെ കുറേ ചരിത്രമുണ്ട്. വെറും കുൽഹു അല്ലാഹു അഹദ് വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹു ഏകനാണെന്ന് ഇവിടെ പറയാനേ കുറേ ആളുകൾ കുറേ ചോരൊഴുക്കിയിട്ടുണ്ട്, കുറേ കഷ്ടപ്പെട്ട ചരിത്രമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇതൊന്നും നമുക്കല്ല. നമ്മളെ എത്ര കുല്ലല്ലാഹു സിമ്പിളായിട്ട് പറയണത്, കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്. വല്ലാത്തൊരു വാക്കാണ് അല്ലേ? അള്ളാഹു ആശ്രയമില്ലാത്തവനാണ്, സഹായം ആവശ്യമില്ലാത്തവനാന്ന് പറയുമ്പം ഇവിടെ ദൈവങ്ങളായി പലരും ആരാധിക്കുന്നവർ ആശ്രിതരാണ്, അതൊന്നുമില്ലാത്തവനാണ് എൻ്റെ റബ്ബ് എന്ന് പറയുമ്പം അവിടെ വലിയൊരു അർത്ഥം ഉണ്ടായി അല്ലേ? ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പം അത് വല്ലാത്ത ഡയമെൻഷനിലൊരു വാക്കാണ് അല്ലേ? ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നവരുണ്ട്, ദൈവത്തെ പുത്രനുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അവരുടെ സകല ആരോപണങ്ങളെയും അള്ളാഹു നിലം പരിശാക്കാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിക്കണില്ല, അവൻ പിതാവല്ല, അവൻ പുത്രനല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ മഹത്വം എത്രയാണ്? അത് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ കുല്ലല്ലാഹു ഓതിയാൽ അത് വേറൊരു കുല്ലല്ലാഹു ആണ്. നിങ്ങൾ സുന്നത്ത് നിസ്കാരത്തിൽ ഇങ്ങനെ അടിച്ചു മിന്നിയോതുന്ന കുല്ലല്ലാഹു അല്ലത്. ആ കുല്ലല്ലാഹുവിന് വല്ലാത്ത വിലണ്ട്. ആ 3 ആയത്ത് ഈ പറഞ്ഞ 3 ഒട്ടകങ്ങളെക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുമ്പം സഹോദരങ്ങളെ, ഖുർആൻ നിസ്കാരത്തിൽ ഓതുമ്പം അതിന് കിട്ടാൻ പോണ പ്രതിഫലം അത്രയും വമ്പിച്ചതാണ്. അത് ആ വാക്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയണം, അത് റിയലൈസ് ചെയ്യാൻ പറ്റണം, അത് വിചാരിച്ചുകൊണ്ട് ഓതാൻ പറ്റണം അല്ലേ? അങ്ങനെ ഓതുമ്പോൾ സഹോദരങ്ങളെ ആ ഖുർആനിനോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ കലാമിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാനും നമ്മൾ ഈ അറിവുകളൊക്കെ അമലായിട്ട് മാറാനും സഹോദരങ്ങളെ ഇതൊക്കെ ഒരു പ്രചോദനമായി മാറേണ്ടതുണ്ട്. ഇതൊക്കെ സഹാബത്തിനോട് പറഞ്ഞതാണ്. അവർക്കിഷ്ടമായിരുന്നു, അവരങ്ങനെയാണ് ഖുർആനെ കണ്ടത്, അവരങ്ങനെയാണ് ഒരു ആയത്ത് പഠിച്ചത് അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമർ റളിയല്ലാഹു അൻഹു പോലും ടേൺ എടുത്തിട്ടാണ് പഠിച്ചത്. അദ്ദേഹം ജോലിക്ക് പോണ സന്ദർഭത്തിൽ വേറൊരാളെ പൈസ എടുത്ത് വെച്ചേക്കാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്. സൂറത്ത് തൗബയിൽ ആയത്ത് കാണാൻ പറ്റും, സൂറത്ത് തൗബയിൽ ആയത്ത് കാണാൻ പറ്റും. ഇത് 3 മണിയോ 3 അവസാനിപ്പിക്കട്ടോ, 3 മണിയാണ്. സൂറത്ത് തൗബയിൽ ആയത്ത് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു തബൂക്കിന് വേണ്ടി യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ മക്കയിൽ മദീനയിൽ കുറച്ച് ആളുകൾ അവിടെ തന്നെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ കേട്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ആളുകൾ മദീനത്ത് നിന്ന് പോകരുത് എന്ന് സൂറത്ത് തൗബയിൽ ആയത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ അറിവിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും കൂടി യുദ്ധത്തിന് പോകണ്ടാന്ന്, കുറച്ചാൾ നബി എന്തൊക്കെ പറയണത് എന്ന് കേൾക്കാനും മനസ്സിലാക്കാനും ഇവിടെ തന്നെ നിൽക്കണം. എന്നിട്ട് തിരിച്ചു വന്നാൽ ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ. അത്രയും പ്രാധാന്യം ഇൽമിനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ വെച്ചിട്ടാണ് ജോലിക്ക് പോയത്. എന്നിട്ട് അയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അയാളോട് ചോദിക്കുന്നത് എന്തൊക്കെയാണ് നബി പറഞ്ഞത്. എന്നിട്ട് പിറ്റേന്ന് അയാൾ ജോലിക്ക് പോകും, ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലിരിക്കും. അങ്ങനെയാണ് അവർ ദീൻ പഠിച്ചത്. അവർ പ്രായവർക്ക് പ്രശ്നമല്ല അല്ലേ? പ്രായവർക്ക് പ്രശ്നമല്ല. ഇമാം നമ്മൾ പറഞ്ഞ ഇബ്നു ജരീർ ത്വബരി, ഖുർആൻ്റെ ജാമിഉൽ ബയാൻ എന്ന തഫ്സീർ എഴുതിയ ഇബ്നു ജരീർ ത്വബരി, അദ്ദേഹം ആരാണ് സഹോദരങ്ങളെ? അദ്ദേഹം തൊബരിസ്ഥാൻകാരനാണ്, കാസ്പിയൻ കടലിലെ തീരത്തുള്ള പേർഷ്യക്കാരനാണ്. അറബിയല്ലാത്തൊരു മനുഷ്യന് വിശുദ്ധ ഖുർആൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിശ്വവിഖ്യാതമായ തഫ്സീറാണ് തഫ്സീർ ത്വബരി. അത് എഴുതിയത് ഒരു അനറബിയാണ്, പേർഷ്യക്കാരൻ. അറബി പഠിച്ച് അറബികളെ വെല്ലുന്ന രീതിയിൽ ഒരു തഫ്സീർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റും സഹോദരങ്ങളെ. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹാഫിളാണ്. 8-ാമത്തെ വയസ്സിൽ ജനങ്ങൾക്ക് ഇമാമായി നിന്നു. 9-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസ് പഠിക്കാൻ തുടങ്ങി. 40 വർഷം ബാഗ്ദാദിൽ അദ്ദേഹം പഠിച്ച് പഠനത്തിനായി ചെലവഴിച്ചു എന്ന് ഖതീബുൽ ബാഗ്ദാദി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതുന്നുണ്ട്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ തഫ്സീർ എഴുതിയത്, ഏറ്റവും വലിയ ചരിത്ര ഗ്രന്ഥം എഴുതിയത് ത്വബരിയാണ്. ഒരു ദിവസം അദ്ദേഹം 40 പേജ് എഴുതുന്നതാണ്. 40 പേജ് 40 കൊല്ലം എഴുതിയൊരു മനുഷ്യൻ. ഈ വോയിസ് ടൈപ്പിംഗ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ മഷി കുത്തിയിട്ട് 40 പേജ് ഒരു ദിവസം എഴുതാൻ എത്ര മെനക്കെടുണ്ട്. അത് നമ്മളെ കൊണ്ട് വായിക്കാൻ പറ്റുമോ ഈ ഒരു ജന്മം കൊണ്ട്? ആരാണ് സഹോദരങ്ങളെ? അതാണ് അറിവ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ അറിവിനുള്ള പ്രാധാന്യമാണ്. ഇന്ന് എത്ര ആളുകൾ
തൊബരി ഓർക്ക് ലോകത്ത് എത്ര പൈസക്കാർ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ ഈ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ പൈസക്കാരുടെ പേര് പറയാൻ നിങ്ങൾക്ക് ഒരു 5 ആളെ പേര് പറയാൻ പറ്റുമോ? ഒരു 5 ആളെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആകെ കാറൂൺ നമുക്ക് അതിൻ്റെ ഖുർആൻ പറഞ്ഞുകൊണ്ടാണ് കാറൂന്ന്. പക്ഷേ ഈ അറിവിൻ്റെ സാഗരത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത എത്രയോ മഹാന്മാരുടെ പേര്, പണ്ഡിതന്മാരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ഇൽമിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സഹാബികൾ അങ്ങനെയാണ് ആ അറിവിനെ കണ്ടത്, അങ്ങനെയാണ് അതിനെ അവർ പ്രയോഗവൽക്കരിച്ചത്. അവസാനിപ്പിക്കുകയാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാൻ പോകണം. സൂറത്തു തൗബയുമായി ബന്ധപ്പെട്ട്, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മളോട് നമുക്ക് എന്താണെങ്കിലും മെസ്സേജ് നമ്മളെപ്പോഴും ഇത് മനസ്സിലാക്കണം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യാം. തബൂക്ക് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഒരു മാസത്തെ വഴി ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതാണ്. നല്ല ചൂടുള്ള സമയത്താണ് മദീനയിൽ നിന്ന് പോകേണ്ടത്. മദീനയിൽ ഈത്തപ്പഴം പാകമായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളും ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. യുദ്ധത്തിന് പോകൽ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഏറ്റവും നല്ല സൗകര്യങ്ങളും വാഹനങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്താച്ചോ, എല്ലാവരും ഇങ്ങനെ പോവുകയല്ലേ, കുറച്ച് ഇന്നിപ്പോൾ റസൂൽ ഇന്ന് രാവിലെ പോവുക, എനിക്ക് ഉച്ചക്ക് പോകാമല്ലോ. അപ്പോൾ എല്ലാവരും വാഹനമൊക്കെ കെട്ടിയൊക്കെ റെഡിയാക്കി നിൽക്കണം, പോകേണ്ടവരൊക്കെ സെറ്റപ്പായി നിൽക്കണം. അപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിചാരിക്കണം എന്താ നിങ്ങൾ, റസൂൽ രാവിലെയല്ലേ പോവാ, ഓലെടുത്തുള്ള ഒട്ടകത്തെക്കാൾ നല്ല മുന്തിയ കുതിരി ഒട്ടയൊക്കെ എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് പോയാലും ഓലെ പോകും. നമ്മളല്ലേ നിങ്ങൾ നടന്നോളൂ, ഞാൻ പിടിച്ചോണ്ട് അറിയില്ലേ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തിന് എത്താമെന്ന് പറഞ്ഞു. ഉച്ചയായപ്പോൾ ഇവർക്ക് പോകാൻ തോന്നിയില്ല. അപ്പം മുമ്പ് വിചാരിച്ചു നാളെ പോകാം, കുറേ ദൂരം യാത്ര ചെയ്യണ്ടല്ലോ, ഒക്കെ ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മൂപ്പര് പിറ്റേന്നും പോയില്ല. അങ്ങനെ പിന്നെ മൂപ്പർക്ക് പോകാൻ മടിയായി. പിറ്റേന്നായപ്പോൾ മൂപ്പർക്ക് പോകാൻ മടിയായി. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മുനാഫിക്കൊന്നുമല്ല, സഹാബിയാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ എന്താ അറിയോ, നന്മയോട് ധൃതി കാണിക്കുന്ന നമ്മളുണ്ടല്ലോ, നാളാകാം മറ്റന്നാളാകാം ഒരു ചെറിയ അലംഭാവം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയോട് ചെറിയൊരു അലംഭാവം. രാവിലെ വിചാരിച്ചു ഉച്ചക്ക് പോകാമെന്ന്, ഉച്ചക്ക് വിചാരിച്ചു നാളെ പോകാമെന്ന്, നാളെ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, ഒരു മാസത്തെ വഴിദൂരം ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് നല്ല വാഹനം നല്ല സൗകര്യമുണ്ട്, പോയാലും അവിടെ എത്താൻ തബൂക്കിൽ എത്തുമ്പോഴത്തിനെത്തിയാൽ പോരെ, അവിടെ പോയി നിൽക്കൊന്നും വേണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ സഹോദരങ്ങൾ നീട്ടിവെച്ചു. അവസാനം അദ്ദേഹം പോയില്ല. പിന്നെന്താ അറിയോ, മദീനയിൽ അദ്ദേഹം ഒറ്റപ്പെടുകയാണ്. പുറത്തിറങ്ങിയാൽ മുഴുവൻ മുനാഫിക്കാണ്. യുദ്ധത്തിന് പോകാത്തവരാണ് മദീനത്തുള്ളത്, അവരൊക്കെ മുനാഫിക്കീങ്ങളാണ്. 30,000 ആളുകളാണെന്ന് യുദ്ധത്തിന്. നിങ്ങൾ ആലോചിക്ക്, 30,000 ആളുകളാണ്, സഹാബത്താണ് മദീനയിൽ നിന്ന് തബൂക്ക് പോയത്. 30,000 ആളുകൾ. അങ്ങനെ അവിടെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു കഅബ എവിടെയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 30,000 ആളുകൾ വന്നൊരു കൂട്ടത്തുനിന്ന് കഅബ എവിടെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു സാഹിബ് പറഞ്ഞു, കഅബ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, അപ്പോൾ കുറച്ച് സൗകര്യങ്ങളൊക്കെ കൂടിയില്ലേ, അങ്ങനെയല്ലോ. ഓനിപ്പോൾ ഭയമായിരുന്നു, ഓനിപ്പോൾ കുറേ ആയല്ലോ, കുറേ സമ്പാദ്യങ്ങളൊക്കെ വന്നപ്പം ഓനൊക്കെ ഏകദേശം മറന്നു തുടങ്ങിയെന്ന് പറഞ്ഞ് കുറച്ച് മോശമാക്കി പറഞ്ഞപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തോന്നുന്നു പറഞ്ഞെന്ത്, അദ്ദേഹത്തിന് എന്തോ ഒരു കാരണം അസൗകര്യം നേരിട്ടത് കൊണ്ടാണ് അങ്ങനെയൊന്നും ഇല്ല നബിയെ എന്ന് പറഞ്ഞു, ഒരു മോശമാക്കി പറഞ്ഞില്ലാന്നാണ്. നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നിട്ട് ഓരോരുത്തരിങ്ങനെ വന്ന് കാരണങ്ങൾ പറയാണ്. യുദ്ധത്തിന് പോകാൻ പറ്റാത്ത മുനാഫിക്കീങ്ങൾ വന്നിട്ട് ഓരോ ഒഴിവ് കഴിവ് പറയാണ് അല്ലേ. അന്ന് കഅബിന് കള്ളം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറയാണ്, അല്ലേ എനിക്ക് വേണമെങ്കിൽ കള്ളം പറയാം, പക്ഷേ അള്ളാഹു എന്ത് വിചാരിക്കും നബിയെ, ഞാനങ്ങനെ പറഞ്ഞാലും നിങ്ങളടുത്ത് ഞാൻ രക്ഷപ്പെട്ടാലും അള്ളാഹു എന്നെപ്പറ്റി എന്ത് വിചാരിക്കും. ഒരു കാരണം ഉണ്ടായില്ല, മടി പിടിച്ചതാണ്, ഒരു കാരണം പ്രത്യേകിച്ച് പറയാനില്ല എന്നാണ്. എനിക്കെല്ലാ സൗകര്യങ്ങളുണ്ട്, എന്നതിനേക്കാളും നല്ല അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് സഹോദരൻ. അതുകൊണ്ട് എനിക്ക് ഒരു കാരണം, ഒരു ഉദുറുമില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു കഅബിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുത്തു. കഅബിനോട് മുണ്ടാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുണ്ടാൻ പാടില്ല എന്ന്. അന്ന് മുതലൊരു മനുഷ്യൻ കഅബിനോട് മുണ്ടില്ല അല്ലേ. പള്ളിക്ക് വന്നാൽ ആരും മുണ്ടൂല, സലാം പറഞ്ഞാൽ മടക്കൂല, ഒരു തരത്തിലും ആരും എന്ത് ചെയ്യുന്നില്ല, ഒറ്റപ്പെട്ടു പോകണം അദ്ദേഹം. അദ്ദേഹം അനുഭവിച്ച സങ്കടത്തെ 40 ദിവസം ഒരാളും മുണ്ടണില്ല, ഒരാളും സംസാരിക്കണില്ല. അവസാനം 40ാമത്തെ ദിവസം വഹി വന്നു, വീണ്ടും വഹി വന്നു. കഅബിൻ്റെ ഭാര്യയിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. അപ്പോൾ അത് പറഞ്ഞപ്പം കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചെന്താ അറിയോ, തൊലാക്ക് ചെല്ലണമെന്നാണ്. തൊലാക്ക് ചെല്ലാൻ കൽപ്പന ഉണ്ടോയെന്നാണ്. ഇല്ല, തൊലാക്ക് ചെല്ലാൻ കൽപ്പനയല്ല, പക്ഷേ മാറിക്കിടക്കണം, ഭാര്യയോട് മുണ്ടാൻ പാടില്ല. ഭാര്യ മുണ്ടണില്ല, മാറിക്കിടക്കാനും കൂടി കൽപ്പന ഉണ്ടായി. പിന്നെയും 10 ദിവസം കഴിയണം.
പിന്നെയും 10 ദിവസം കഴിയാണ് അല്ലേ, ഭൂമി ഇടുങ്ങിയതായിട്ട് തോന്നി എന്നാണ് കഅബറുല്ലാഹ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു നന്മ നീട്ടിവെക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയോട് അലംഭാവം കാണിച്ചത് കൊണ്ട് അല്ലേ, ഒരു മടി കാണിച്ചത് കൊണ്ട് അള്ളാഹു കൊടുത്തൊരു പണിഷ്മെൻ്റാണ്. 40 ദിവസം ഒരാളും മിണ്ടണില്ല. 10 ദിവസം, ഒരു 50 ദിവസം 40 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയോട് മിണ്ടാൻ പാടില്ല, ഭാര്യയോട് മാറിക്കിടക്കാൻ പറഞ്ഞു. അങ്ങനെ 50 ദിവസമായപ്പം സൂറത്തു തൗബയിലെ ആയത്തിറങ്ങാണ്. അങ്ങനെ അതിൻ്റെ ഇടക്ക് അയൽനാട്ടിൽ നിന്നൊരു രാജാവ് കത്തയക്കുന്നുണ്ട്, ഒരു ദൂതം വന്ന് കാണുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഈ ഇതും സഹിച്ചു കണ്ട് ഇവിടെ നിൽക്കണം, നിങ്ങൾ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞിട്ട് ആ കത്ത് അദ്ദേഹം കത്തിച്ചു കളഞ്ഞു എന്നാണ്. അത്രയും അദ്ദേഹം അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു, അത്രയും അദ്ദേഹം അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ആ വിഷയത്തിൽ ആയത്തിറക്കി. വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് വളാഖത് അലൈഹിം അൻഫുസുഹും വظنوا അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുമ്മ താബ അലൈഹിം ലിയതൂബു. പിന്നേക്ക് മാറ്റിവെക്കപ്പെട്ട ആ 3 പേരുടെ നേരെയും അള്ളാഹു മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ 3 പേരുടെ വിഷയത്തിൽ അള്ളാഹു ആയത്തിറക്കിയതാണ്. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചതാണ്. ആ വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ അത് പറയാൻ വേണ്ടി, കാരണം നബിൻ്റെ അടുത്തേക്ക് അന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ സന്തോഷ വാർത്ത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അറിയിക്കാൻ വേണ്ടി ഒരാൾ കുതിരപ്പുറത്ത് കത്തിച്ച് വിട്ടു എന്നാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എത്താൻ വേണ്ടി വേറൊരാൾ എന്ത് ചെയ്തു വെച്ചാൽ, വേറൊരു സഹാബി ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ഉറക്കനെ വിളിച്ചു പറഞ്ഞതാണ്. ആ കുതിരക്കാരൻ എത്തുന്നതിന് മുമ്പ് ആ കുന്നിൻ്റെ മുകളിൽ കയറിയ സഹാബി വിളിച്ചു പറഞ്ഞതാണ് ഈ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് കേട്ടത്, അള്ളാഹു താങ്കൾക്ക് പുറത്ത് കൊടുത്തിരിക്കുന്നു കഅബയെന്ന് ആയത്തിറങ്ങി വഹി വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. അപ്പോൾ തൻ്റെ രണ്ട് കുപ്പായാണ് മൂപ്പർക്ക് ഉണ്ടായിരുന്നത്. ആ 2 കുപ്പായും ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് വന്ന ആ മനുഷ്യന് മൂപ്പര് ഫ്രീ ആയിട്ട് കൊടുത്തു. വേറെ ഒരു കുപ്പായം കടം വാങ്ങിയിട്ടാണ് പിന്നെ നബിൻ്റെ പള്ളിയിലേക്ക് മൂപ്പര് നടന്നു വരുന്നത്. നബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ തരോ, എല്ലാ സൗകര്യങ്ങളും പടച്ചോൻ എനിക്ക് നൽകിയതാണ്, അതുകൊണ്ട് ഞാൻ ഇതിനൊരു കഫാറത്തായിട്ട് ഇതിന് മൂപ്പരെ മനസ്സിലേക്ക് ഒരു വിഷമം പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തരോ, മൂപ്പരുടെ മുഴുവൻ സമ്പത്തും, ഏതോ ഒരു സ്ഥലത്തുള്ള സമ്പത്തല്ലാത്ത ബാക്കി മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ദാനം കൊടുക്കുകയാണ് മൂപ്പര് ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ ഈ ആരോഗ്യം സമ്പത്തൊക്കെ ഉണ്ടാണ് ഈ ഒരു സന്ദർഭങ്ങളിൽ സഹോദരൻ, ഇതൊക്കെ ആരോഗ്യം നമുക്ക് കഴിവൊക്കെ ഉള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാൻ. ഒരു സ്ട്രോക്ക് വന്നിട്ട് കുഴഞ്ഞ് കിടന്നാൽ പിന്നെ നിസ്കരിച്ചാനോ പള്ളി ഒന്നിനും പോലെ പിന്നെ കരഞ്ഞ് പിന്നെ കിടന്നിട്ട് കണ്ണിന്ന് വെള്ളം വരിക മാത്രമേ ഉണ്ടാവുള്ളൂ, ആലോചിക്കാൻ പോലും ചിലപ്പം പറ്റൂല. അതുകൊണ്ട് ഇതൊക്കെ പറ്റുന്നൊരു സമയമാണ് അല്ലേ, നടന്നു പോകാം, പള്ളിയിൽ പോകാം അല്ലേ, ഇബാദത്തുകൾ ചെയ്യാം, ദാനം ചെയ്യാം. ഇതിനൊക്കെ കഴിവും ആരോഗ്യവുമുള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് ആ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് ഇതൊരു യാത്രയാണ്. ഇതൊരു യാത്ര, മരണത്തോട് തുടങ്ങുന്ന ഒരു വലിയ ജീവിതത്തിലേക്കുള്ള ഒരു ചെറിയ ടെസ്റ്റ് മാത്രമാണ്. ഇതിവിടെ കാണുന്ന ഈ പളപളപ്പിലോ ദുന്യാവിൻ്റെ വഞ്ചനയിൽ നമ്മൾ ഒരിക്കലും വീണു പോരുന്നത്. ലക്ഷ്യത്തിൽ നമ്മൾ മാറി യാത്ര ചെയ്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാളെ റബ്ബിൻ്റെ തൃപ്തി കിട്ടുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അത് അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞോ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ലക്ഷ്യത്തിൽ നമ്മൾ മാറിപ്പോകരുത്. അത് പറഞ്ഞു കൊടുക്കുക, അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹു നമ്മളെ നിയോഗിച്ചത് അല്ലേ. അള്ളാഹു നമ്മളെ നിയോഗിച്ചത് എന്തിനാണ്? ഈ ആളുകൾക്ക് ഈ മെസ്സേജ് എത്തിക്കാനാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കണം. അപ്പോഴാണ് നമ്മൾ സഹാബത്തിൻ്റെ പാതയിലാണെന്ന് പറയാം. ഈ മതം നമുക്ക് എത്തിച്ചത് അവരാണ്. പ്രയാസങ്ങൾ സഹിച്ചിട്ട് വള്ളി പുള്ളി മാറ്റമില്ലാതെ ഈ മതത്തിൻ്റെ നിയമങ്ങളും എല്ലാം നമുക്ക് 1400 വർഷത്തിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന നമുക്ക് ഇത് ഇത്ര കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നത് ആ സഹാബത്തൊന്നുകൊണ്ട് മാത്രമാണ് അല്ലേ. ആ സഹാബത്തിനെ അള്ളാഹു അതിനു വേണ്ടി അവിടെ നിയോഗിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അവരുടെ പേര് കേൾക്കുമ്പം റളിയല്ലാഹു അൻഹും എന്ന് നമ്മൾ ചെല്ലണം. ഇതറിഞ്ഞ ഒരാൾ ചെല്ലാതെക്കൂല. അവരുടെ ത്യാഗം കണ്ട, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ, അവർ ഈ ദീന് നമുക്ക് എത്തിച്ച് നൽകാൻ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ അറിഞ്ഞ ഒരു മനുഷ്യൻ്റെ നാവിൽ തുമ്പത്ത് റളിയല്ലാഹു അൻഹു എന്ന് വരാതിരിക്കൂല എന്നാണ്. ഉള്ളു തട്ടിയിട്ട് ഒരു റളിയല്ലാഹു നമ്മൾ അവരുടെ പേര് കേൾക്കുമ്പോൾ ചെല്ലണം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതിൽ സന്തോഷ വാർത്ത എന്താ പറയുക, അവസാന കാലം വരും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇതിൽ ഏറ്റവും സന്തോഷ വാർത്ത എന്താ വെച്ചാൽ അവസാന കാലം വരും. ആ സമയത്ത് ചില ആളുകളുണ്ടാവും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആളുകൾ, ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്യും, അവർ ഈ ദീന് നിലനിർത്താൻ വേണ്ടി അവർ പ്രയാസപ്പെടും.
അല്ലേ? അവർ പ്രയാസപ്പെടും. ഒരു തീക്കരൽ നമ്മൾ പിടിച്ചാൽ എത്ര പ്രയാസം ഉണ്ടാവും. അത്ര പ്രയാസത്തിൽ ദീന് മുറുകെ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഉമ്മത്ത് എനിക്ക് ശേഷം വരുന്നതാണ്. അന്ന് 50 ഒരാൾക്ക് 50 ആളുടെ പ്രതിഫലം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, നല്ല ആലോചിച്ചോളി. ഒരാളുടെ കർമ്മത്തിന് 50 ആളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പം സഹാബത്ത് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ അറിയോ? അവരിൽ നിന്നുള്ള 50 ആണോ ഞങ്ങളിൽ നിന്നുള്ള 50 ആണോ? അവരിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലമാണോ ഞങ്ങളിൽപ്പെട്ട 50 ആളുടെ പ്രതിഫലമാണോ ആ ഉമ്മത്തിലെ ആൾക്കാർക്ക് കിട്ടാൻ പോകുമെന്ന് ചോദിച്ചപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താരോ? നിങ്ങളിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലം എന്നാണ്. നിങ്ങളിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലം. നമ്മൾ പറയല്ലോ ഭയങ്കര പ്രയാസമാണ് കേട്ടോ ജീവിക്കാം, എല്ലായിടത്തും തെറ്റാണ്, എല്ലായിടത്തും അശ്ലീലമാണ്, കേൾക്കുന്നതും കാണുന്നതും വലിയ പ്രയാസമാണ് കേട്ടോ ദീനനുസരിച്ച് ജീവിക്കാൻ എന്ന് നമ്മൾ, കാലം മോശമാണ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കില്ല സഹോദരങ്ങളെ. ഈ കാലത്ത് നിങ്ങൾ ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ 50 ആളുടെ പ്രതിഫലം കിട്ടുക. ആരിൽപ്പെട്ട? സഹാബത്തിൽപ്പെട്ട 50 ആളുടെ പ്രതിഫലം. അതുകൊണ്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അതാണ് പറഞ്ഞാൽ അള്ളാൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. അതിലെല്ലാവർക്കും ചാൻസ് ഉണ്ട്. അതിൽ കായില്ലാത്തവനും കായുള്ളവനും, ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും എല്ലാവർക്കും അതിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് സഹോദരങ്ങളെ. ഈ റമളാനിൻ്റെ പുണ്യരാത്രങ്ങൾ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ, പരമാവധി സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, തെറ്റുകളിൽ മാറി നിൽക്കാൻ, തഖ്വ കൈക്കൊള്ളാൻ, ആ തഖ്വ ജീവിതത്തിലുടനീളം നിലനിർത്താൻ ഓരോ റമളാൻ കഴിയുമ്പോഴും തഖ്വയുടെ ഗ്രാഫ് മുകളിലേക്ക് പോയി നല്ലൊരവസ്ഥയിൽ മരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ദിവസത്തിൽ ഏറ്റവും നല്ല നാളുകൾക്ക് ശേഷം തഖ്വ ഏറ്റവും നല്ല മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നൊരവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളൊരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب صرف قلوبنا على طاعتك. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.